നന്ദിയോട് ദൈവത്തെ ഒന്നുകൂടെ സ്തുതിച്ചേ. ഈ ഉപവാസത്തിന്റെ 2ാം ദിവസം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയായി നിൽക്കുവാൻ സ്വർഗത്തിലെ കർത്താവ് നമുക്ക് ഒരുക്കി തന്ന ഈ വലിയ ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് 2ാം ദിവസം ഇരിക്കുമ്പോഴും പ്രിയ ദൈവമക്കളെ ഒറ്റ ഉറപ്പോടായിരിക്കും ഇരിക്കേണ്ടത്. ഈ ഉപവാസം എനിക്കും എൻ്റെ കുടുംബത്തിനും ഒരു വിടുതലായിരിക്കും. എനിക്കും എൻ്റെ കുടുംബത്തിനും ഇതുവരെ ലഭിക്കാത്ത ചില സന്തോഷങ്ങളെ എൻ്റെ കർത്താവ് ഈ ഉപവാസ പ്രാർത്ഥനയോട് എൻ്റെ കുടുംബത്തിനകത്ത് ലഭിക്കും. അതിനെതിരെ വാദിക്കുന്ന അല്ലെങ്കിൽ അവകാശം പറയുന്ന ഒരു ശത്രുവായ പിശാചിനും എൻ്റെ കുടുംബത്തെ അവകാശം പറയുവാൻ കഴിയത്തില്ല. കാര്യം എന്തുവാ? സ്തോത്രം. ഇന്ന് പകല് ഞാൻ ചിലത് പ്രാപിക്കാനായിരിക്കുന്നത്. ആമേൻ. ഈ ഉപവാസം എന്റെ കുടുംബത്തിന്റെ വിടുതലിന് വേണ്ടിയാണ്. അത് ഞാൻ പ്രാപിച്ചിരിക്കും. അതിനെതിരെ നിൽക്കുന്ന എല്ലാ ശത്രുന്റെ ദുഃഖത്തെയും അമികാല സ്തോത്രം ഉടച്ചു മാറ്റിക്കൊണ്ട് അമികാല ഞാനും എന്റെ കുടുംബവും അത് പ്രാപിക്കും. ആ പൂർണ്ണ ബോധ്യത്തോട്, ആ ഉറപ്പോട് ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഒരു ദൈവപൈതൽ മാത്രമേ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും മഹത്വങ്ങളും എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പ്രാപിച്ചെടുക്കുവാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. ഇപ്പൊ പരീക്ഷയ്ക്ക് അമികാല എല്ലാവരും പരീക്ഷയ്ക്ക് സ്തോത്രം പരീക്ഷ അറ്റൻഡ് ചെയ്യുമ്പോൾ എല്ലാം എഴുതും. പക്ഷെ ഉറപ്പുള്ളവരുണ്ട്. പരീക്ഷയ്ക്കകത്ത് എഴുതിയതിനകത്ത് ഉറപ്പുള്ളവരുണ്ട്. ഞാൻ എഴുതിയതിന് ഇത്രയും മാർക്ക് എനിക്ക് ലഭിക്കും. സ്തോത്രം. അത് ലഭിച്ചില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? അത് വീണ്ടും സ്തോത്രം ആ പേപ്പർ എടുത്ത് അത് നോക്കേണ്ട രീതിയിലേക്ക് അതിന്റെ മുന്നോട്ടുള്ള നടപടിയിലേക്ക് പോകും. കാര്യം എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഉറപ്പുണ്ട്. എന്നുണ്ട് ഇത്രയും മാർക്ക് ലഭിക്കും. കാര്യം ഇത്രയും ക്വസ്റ്റ്യനും എനിക്ക് അറിയാവുന്നതായിരുന്നു. ഈ ക്വസ്റ്റ്യൻ അല്ല ഇത്രയും രീതിയിൽ എഴുതി അതിന് ഇത്രയും മാർക്ക് കിട്ടുമെന്ന് അവർക്കൊരു ഉറപ്പുണ്ട്. ഉറപ്പില്ലാത്തൊരു വ്യക്തിക്ക് പേപ്പർ എടുക്കണമെന്ന് പറഞ്ഞാൽ പോവും. പോവും. കാര്യം എന്തുവാ? ചിലപ്പോ ഉള്ള മാർക്കോടും പോയാലോ? സ്തോത്രം. ഉള്ള മാർക്കോടും പോയി അമ്മേ സ്തോത്രം വീണ്ടും അപമാനപ്പെട്ടാലോ എന്നോർത്ത് എന്ത് ചെയ്യത്തില്ല? പോകത്തില്ല. പക്ഷെ ഉറപ്പുള്ള കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് പോയേ മതിയാവത്തുള്ളൂ. അവര് പോയിരിക്കും. സ്തോത്രം. ഈ ദിവസങ്ങളെല്ലാം SSLCയുടെ പരീക്ഷ കഴിഞ്ഞിട്ടെല്ലാം ഞാൻ 2-3 പിള്ളേരെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. കാര്യം എന്ന് പറഞ്ഞാല് അവര് ഫുൾ A+ പഠിച്ചു വാങ്ങി. പക്ഷേ അവർക്ക് ഈ മൂന്നാമത്തെ അലോട്ട്മെന്റ് വരുന്ന മുമ്പേ അവർക്ക് എങ്ങും എന്ത് ചെയ്തില്ല? അവർക്ക് അലോട്ട്മെന്റ് കിട്ടിയില്ല. സ്തോത്രം. മൂന്നാമത്തെ അലോട്ട്മെന്റ് അവർ കൊടുത്തപ്പം സ്തോത്രം ഒരുപാട് പേര് രണ്ടാം അലോട്ട്മെന്റ് കിട്ടാത്തതുകൊണ്ട് സ്തോത്രം ഇവരടുത്ത് ഒരുപാട് പേര് വന്നു പറഞ്ഞ് 50,000 രൂപക്കാക്കി സീറ്റ് മേടിച്ചാണ്. അപ്പൊ മാതാപിതാക്കൾ എന്ത് ചെയ്തു? ഓക്കെ, ഇനിയിപ്പോ 2 അലോട്ട്മെന്റ് കിട്ടിയില്ല, ഇനി ഒന്നും നോക്കണ്ട, 50,000 രൂപ കൊടുക്കുക. 2 പിള്ളേരുണ്ട്, 1 ലക്ഷം രൂപ കൊടുക്കും. തീരുമാനിച്ചിരിക്കും. സ്തോത്രം. എന്റെ അടുത്തും പറഞ്ഞു. ഇപ്പൊ ഞാൻ ഒരിക്കലും നിങ്ങൾ കൊടുക്കല്ലേ. മൂന്നാമത്തെ അലോട്ട്മെന്റ് ആ കുഞ്ഞുങ്ങൾക്ക് ദൈവം കൊടുക്കും. അത് ഉറപ്പായിട്ട് ദൈവം കൊടുക്കും. അതിനകത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട. ഉറപ്പായിട്ട് ദൈവം കൊടുക്കും. അത് മാത്രമല്ല, സർക്കാർ അതിന് ഒരുപാട് സീറ്റുകൾ അനുവദിച്ചിട്ടുണ്ട്. അത് കിട്ടിയിരിക്കും. അതിനകത്ത് നിങ്ങൾ ഭാരപ്പെടണ്ട. സ്തോത്രം. അപ്പോഴ് അവര് പറഞ്ഞു, അവര് ഒന്നുകൂടെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴീ കുഞ്ഞ് ഒരു കൊച്ചു പറഞ്ഞു, ഒരാൾക്ക് 50,000 രൂപ എനിക്ക് കൊടുത്തു, പക്ഷെ എനിക്ക് 50,000 രൂപ കൊടുക്കാൻ പറ്റില്ല. കാര്യം ഞാൻ ഇത് ഉറക്കളച്ച് പഠിച്ചിട്ട് എനിക്ക് ഡൊണേഷൻ കൊടുത്ത് കയറണ്ട. പഠിച്ചില്ലെങ്കിൽ പഠിച്ചില്ലെന്നേ ഉള്ളൂ. 1 വർഷം ഞാൻ വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. എങ്കിലും ഞാൻ എന്ത് ചെയ്യത്തില്ല? ഈ മാതാപിതാക്കളോട് തന്നെ പൈസ കൊടുക്കാൻ പറ്റത്തില്ല. സ്തോത്രം. അവര് പിന്നെ എന്റെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതെ, ആ കുഞ്ഞിന് ഒരു ഉറപ്പുണ്ട്. ആ കുഞ്ഞിന് എഴുതിയതിനകത്ത്, ആ കുഞ്ഞ് പഠിച്ചതിനകത്ത് ആ കുഞ്ഞിനൊരു ഉറപ്പുണ്ട്. അത് കിട്ടിയ മാർക്കാണ്. ഈ മാർക്ക് വെച്ച് കിട്ടും, അതിനുറപ്പാണ്. അല്ലെങ്കിൽ അത് വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. പിന്നെ നിങ്ങൾ എന്തിനാ ഭാരപ്പെടുന്നത്? അല്ല, നാട്ടുകാരല്ല പല രീതിയിലാണ് ചോദിക്കുന്നത്. ഞാൻ നാട്ടുകാരെ നോക്കിയിട്ട് കാര്യമുണ്ടോ? നമ്മളെ കുഞ്ഞുങ്ങളെ നോക്കേണ്ടതും അല്ല കുഞ്ഞുങ്ങളെ അഭിപ്രായം കേൾക്കേണ്ടതും ആരാ? നമ്മളാ. അല്ലാതെ നാട്ടുകാരല്ല കേൾക്കണ്ടേ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ നിങ്ങളെ കുഞ്ഞുങ്ങളെ നോക്കിയാൽ മതി. ഈ മൂന്നാമത്തെ അലോട്ട്മെന്റ് ആയപ്പം സ്തോത്രം കഴിഞ്ഞ 2 ദിവസം മുമ്പേ അലോട്ട്മെന്റ് ആയി കിട്ടി. പക്ഷെ 2 ദിവസം കൊണ്ട് എന്നെ ഇവർ തപ്പിയാണൊക്കെ കാണാൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അവരെന്നെ വിളിച്ച് ദൂരേന്നെ വിളിച്ചെന്നു പറഞ്ഞു, 2 ദിവസം കൊണ്ട് ഈ ഏരിയയിലൊന്നും ഇറങ്ങുന്നില്ലല്ലോ. സ്തോത്രം. ഇവരെന്നെ കണ്ടില്ല 2 ദിവസം കൊണ്ട്. ഇപ്പൊ എന്റെ അടുത്ത് 2 ദിവസം കൊണ്ട് ഞങ്ങൾ തപ്പി നടക്കുമായിരുന്നു, ഈ ഭാഗത്തോട്ട് കാണുന്നേ ഇല്ലായിരുന്നല്ലോ. ഞാൻ വെച്ചാൽ എന്താ കാര്യം? എന്തു മറ്റേത് ഓക്കെ ആയി. പ്രൈസ് ദി ലോർഡ്. 2 കുഞ്ഞുങ്ങൾക്കും 1 രൂപ പോലും കൊടുക്കാതെ അവരുടെ സ്തോത്രം മാർക്കിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അവരാഗ്രഹിച്ച ഗ്രൂപ്പ് തന്നെ കിട്ടി. ഒരു കയറി. ഞാൻ എപ്പോഴും ഒരു കാര്യം ഉറപ്പിച്ചൊരു കാര്യമാണ്.
ദൈവസന്നിധിയിൽ ഒരു ദൈവ പൈതൽ എന്തുണ്ടാവണം? ഒരു ഉറപ്പുണ്ടാവും. ആ കുഞ്ഞ് പറഞ്ഞതുപോലെ എന്തുവാ, എന്റെ 1 വർഷം പോയാലും പോട്ട്, എനിക്ക് പ്രശ്നമില്ല, പക്ഷെ എന്റെ ഈ മാർക്കിൽ എനിക്ക് അഡ്മിഷൻ കിട്ടും, അത് ഡൊണേഷൻ കൊടുക്കാതെ കിട്ടും. സ്തോത്രം. ഞാൻ പിന്നെ ചിന്തിച്ചു, നാളെ ഈ കുഞ്ഞ് ഡൊണേഷൻ കൊടുത്ത് പഠിച്ചാലും പ്രൈസിലോ എത്ര പഠിച്ചാലും മാതാപിതാക്കൾ എപ്പോഴും ഇതൊരു പറയും, എന്തുവാ 50,000 രൂപ കൊടുത്ത കയറിയത്. അപ്പോഴേ ഇതിന്റെ ഈ 50,000 രൂപ കൊടുത്ത് കയറിയെന്ന് പറയുമ്പോഴേ സ്തോത്രം, ഈ കുഞ്ഞിനകത്ത് കേൾക്കുന്നവരെന്തോ ഓർക്കുന്നേ, മാർക്കൊന്നും കാണുന്നില്ല, പഠിക്കുന്നൊന്നുമില്ലായിരിക്കും, അവരെ എങ്ങനെയെങ്കിലും പൈസ കൊടുത്ത് കയറ്റിയതായിരിക്കും. ഇതല്ലേ ചിന്തിക്കുന്നത്? മാർക്കുള്ള ആണെങ്കിൽ എന്ത് ചെയ്യും? കിട്ടും. മാർക്കുള്ള കുഞ്ഞാണെങ്കിൽ എന്ത് ചെയ്യും? കിട്ടും, ഉറപ്പാ. പ്രൈസിലോ. അപ്പോൾ ഈ കുഞ്ഞിനെ എപ്പോഴും എന്ത് ചെയ്യും? സ്വന്തം കെട്ടിച്ചു വിട്ടനി ഈ കുഞ്ഞിനെ 10ാം ക്ലാസ്സുള്ള കൊച്ചുണ്ടായാലും ഈ മാതാപിതാക്കൾ ജീവനുണ്ടെങ്കിൽ ഇത് തന്നെ പറയും. പ്രൈസിലോ. നമ്മളത് കേട്ടോണ്ടിരിക്കുന്നതാ. എന്തോന്നാ മക്കൾക്ക് വേണ്ടി ചെയ്യുന്നത് മാതാപിതാക്കൾ എന്ത് ചെയ്യും? വിളിച്ചു പറയും. അതിന് ഒരു മാറ്റവും ഇല്ല. വിളിച്ചു പറയാതിരിക്കത്തില്ലേ? പറയാതിരിക്കൂ. എന്തെങ്കിലും വല്ല കാര്യം വരുമ്പോഴേ ഇതെടുത്തിടും. പ്രൈസിലോ. സ്വത്രം. എന്നാലും കെട്ടിച്ച് കല്യാണം കഴിച്ച് അവർക്ക് മക്കളായി, അവരുടെ മക്കളായിട്ട് പോലും കഴിഞ്ഞ ദിവസം ഒരാൾ സംസാരിച്ചോണ്ടെന്ന് പറഞ്ഞ് അവർക്ക് അഡ്മിഷൻ മേടിച്ചു കൊടുത്ത ഇതേപോലെ ആയിരുന്നു, എന്റെ അപ്പൻ പാടുവിട്ട് ഇത്രയും രൂപ കൊടുത്തിട്ടാ കയറ്റിയത്. ഇപ്പോഴും പറയുന്നുണ്ട്. പ്രൈസലോ. സ്തോത്രം. ഞാനപ്പോ അവർക്ക് ദൈവം നമുക്ക് ചെയ്യുന്ന എന്തെങ്കിലും ഉപകാരം വിളിച്ചു പറയുന്നുണ്ടോ? കർത്താവ് പറയുന്നുണ്ടോ? പറയുവായിരുന്നെങ്കിൽ നമുക്കെല്ലാം നിൽക്കാൻ പറ്റൂ. നമ്മൾ ദൈവസന്നിധി പലപ്പോഴും നന്ദികേട് കാണിക്കുമ്പോൾ അല്ലെങ്കിൽ കുറവുകൾ ഉള്ളപ്പോ, ബലഹീനം ഉള്ളപ്പോ കർത്താവ് ഇത് വിളിച്ചു പറയാൻ നമുക്ക് നിൽക്കാൻ പറ്റുമായിരുന്നു? ഒരിക്കലും നിൽക്കാൻ പറ്റത്തില്ല. അപ്പോഴോർത്തോണം, ഒരു അമ്മ ഒരു പൈതലിനെ അല്ലെങ്കിൽ സ്വന്തം മോളെയോ മോനെയോ സ്നേഹിക്കുന്നതിനും ഉപരി, അതിനെല്ലാം 10 ഇരട്ടി ഉപരിയായിട്ട് ആര് സ്നേഹിക്കുന്നത്? ദൈവം നമ്മളെ സ്നേഹിക്കും. ഈ അമ്മ നൊന്ന് പ്രസവിച്ച അമ്മ പോലും വിളിച്ചു പറയുമ്പോൾ ഓർത്തോണം, വിളിച്ചു പറയാത്ത ദൈവം അപ്പൊ നമ്മൾ എത്രമാത്രമായിരിക്കും സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു അമ്മ ഒരു മക്കളെ സ്നേഹിക്കുന്നതിന്റെ അട്ടി 10 മടങ്ങ് മേലില്ല ആര് സ്നേഹിക്കുന്നത്. 10 മടങ്ങൊന്നും പറയാൻ പറ്റത്തില്ല, അതിന് മടങ്ങിന്റെ അളവൊന്നും ഇടാൻ പറ്റത്തില്ല, അതിന് മേലില്ല ആര് സ്നേഹിക്കുന്നത്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ആ സ്നേഹിക്കുന്ന ദൈവം നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മൾ പതറി മാറി നിൽക്കാൻ പറ്റുമോ? പ്രൈസലോ. ദൈവമക്കളെ മാറി നിൽക്കരുത്. ഇന്ന് പകല് ഞാൻ വിളിച്ചു പറയാം, ഈ പൈതൽ പറഞ്ഞതുപോലെ ഞാൻ പഠിച്ചെഴുതിയ പാഠം എനിക്കറിയാം. സ്തോത്രം. ഞാൻ പഠിച്ചത് വില കൊടുത്താ പഠിച്ചത്. ആ പഠിച്ചെഴുതിയ മാർക്കാ. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? എനിക്ക് ആ മാർക്കിനനുസരിച്ച് എന്ത് ചെയ്യും? അഡ്മിഷൻ ലഭിക്കും. ഞാൻ ആഗ്രഹിക്കുന്ന ഗ്രൂപ്പ് എനിക്ക് കിട്ടും. സ്തോത്രം. അതേപോലെ ദൈവസന്നിധി നിൽക്കുന്ന ഒരു ദൈവ പൈതലിന് ഒരു ഉറപ്പുണ്ടാവണം. ഞാൻ നിൽക്കുന്നത് ആരെടുത്താ? യേശുവിന്റെ അടുത്താ. ഞാൻ യേശുവിന്റെ പൈതലാ. ഇന്ന് പകല് ഈ 2ാം ദിവസത്തിന്റെ ഉപവാസത്തിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് പറയാനുള്ള ഒറ്റ ദൂതതാ, ഞാൻ യേശുവിന്റെ പൈതലാ. അപ്പോൾ ഞാനും എന്റെ കുടുംബം എന്ത് ചെയ്യും? ഇതിന്റെ നന്മ അനുഗ്രഹം എന്ത് ചെയ്യും? പ്രാപിച്ചിരിക്കും. കാര്യം എന്റെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവും ഈ ഭൂമിക്കകത്തില്ല. കാര്യം ആകാശത്തിന് മുകളിലായാലും താഴെ ആയാലും ദൈവത്തിന് മാത്രമേ പ്രവർത്തിക്കുവാൻ കഴിയത്തുള്ളൂ. കാര്യം ഈ ലോകത്തിന്റെ സകലത്തിനെ ഉണ്ടാക്കിയത് ദൈവമെങ്കിൽ, സകലത്തിന്റെ ചലനത്തെ നിയന്ത്രിക്കുന്നത് കർത്താവെങ്കിൽ, ഉണ്ടാക്കിയവൻ നിയന്ത്രിക്കുവാൻ കഴിവുണ്ടെങ്കിൽ അമ്മ എന്റെ സകല വിഷയത്തെ നിയന്ത്രിക്കുവാൻ ആർക്ക് കഴിയും? എന്റെ ദൈവത്തിന്. ഇന്ന് പകല് പൂർണ്ണമായി ഏറ്റെടുത്തു ദൈവമക്കളെ. സ്തോത്രം. നമ്മളെ വിഷയങ്ങളെ മാറ്റുവാൻ ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയും. പ്രൈസലോ. ദൈവത്തിന് കഴിയും. ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യവും ഇല്ല. ഇന്ന് പൂർണ്ണമായി ഏറ്റെടുത്തു. ദൈവത്താൽ കഴിയാത്ത ഒന്നുമില്ല. ഇന്ന് പകല് പൂർണ്ണമായി വിശ്വസിച്ച് ഏറ്റെടുക്കേണ്ടതും ഇന്ന് ദൈവസന്നിധി പൂർണ്ണമായി ഏൽപ്പിക്കേണ്ടതും അതാണ്. എന്റെ ദൈവത്താൽ കഴിയാത്ത ഒന്നുമില്ല. സ്തോത്രം. എന്റെ തലമുറയെ കുറിച്ച് പരിഹസിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ എന്റെ കുടുംബത്തെ കുറിച്ച് പരിഹസിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ എന്റെ ഭർത്താവിനെ കുറിച്ച് പരിഹസിക്കുന്നുണ്ടോ? എന്റെ ഭാര്യയെ കുറിച്ച് പരിഹസിക്കുന്നുണ്ടോ? എന്റെ അമ്മ സ്തോത്രം എനിക്ക് ഉള്ളവരെ കുറിച്ച് പരിഹസിക്കുന്നുണ്ടോ? എങ്കിൽ ഇന്ന് ഭാരപ്പെടേണ്ട. ആ പരിഹാസത്തെ മാറ്റുന്ന ഒരു കർത്താവായ യേശു ഇന്ന് നമ്മളെ മധ്യയിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ആമേൻ. നിശ്ചയമായി ആര് മറുപടി തരും? കർത്താവ് മറുപടി നൽകും. സ്തോത്രം. ഔട്ട് ഓഫ് സെഷൻ ആണെന്ന് സ്തോത്രം. ഔട്ട് ഓഫ് റേഞ്ചിൽ നിൽക്കുകയെന്ന് സ്തോത്രം. ആ വിഷയത്തിനകത്തല്ല കർത്താവിന് ഒരു മറുപടി ഉണ്ടെന്ന് ഇന്ന് പകൽ ദൈവത്തിന്റെ ദൂത് വിളിച്ചു പറയുന്നു. സ്തോത്രം. ഇന്ന് ചില വിടുതല് ആ കുടുംബത്തിനകത്ത് പകരുമെന്ന് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു. അമ്മയാൽ ഏത് സങ്കടത്തിന്റെ വിഷയമായാലും, ഏത് പ്രതികൂലത്തിന്റെ വിഷയമായാലും ആ വിഷയത്തിനകത്ത് ആര് പ്രവർത്തിക്കും? സ്വർഗത്തിലെ കർത്താവ് പ്രവർത്തിക്കും. ഇന്ന് പകൽ ദൈവം എന്നോട് വിളിച്ചു പറഞ്ഞ ദൂതതാ നിരാശയുടെ മധ്യയിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. അമ്മയാൽ സ്വന്തം അറ്റുപോയെന്ന് പറയുന്ന വിഷയത്തിനകത്ത് ദൈവമാ, തീർന്നു പോയെന്ന് പറയുന്ന വിഷയത്തിനകത്ത് പ്രവർത്തിക്കുന്ന ദൈവമാ.
കൊണ്ടുവന്ന് ഒന്നേന്ന് പറഞ്ഞ് മുളപ്പിച്ചു കൊണ്ടുവന്ന് അത് നിന്റെ കരങ്ങളിലേക്ക് തരുവാൻ ശക്തനായ ഒരു ദൈവത്തെയാണ് ഇന്ന് ഞാൻ അതിന് പൂർണ്ണമായി തിരിച്ചറിയുന്നു. ആ ദൈവത്തിന്റെ ദൂതിനെ തിരിച്ചറിയുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ദൂത് വിളിച്ചു പറയുന്നു, നിശ്ചയമായി ഇന്ന് പകല് ജനം വിടുതല, ഇന്ന് നിശ്ചയമായി ഇന്ന് പകല് ജനം വിടുതല. പ്രിയ ദൈവജനം നീ ഏറ്റെടുത്തു. ഇന്ന് പകല് ദൈവത്തിന്റെ ദൂത് നിന്റെ മേൽ വെളിപ്പെടുക, ദൈവത്തിന്റെ വാക്തത്വം നിന്റെ മേൽ വെളിപ്പെടുക, ചില നിന്റെ മേൽ വെളിപ്പെടുക. ഇന്ന് പൂർണ്ണമായി ഏറ്റെടുത്തു. എന്റെ പകലിന്റെ കുടുംബത്തിനകത്ത് ദൈവം ചെയ്യാം. ദൈവം നീ അമികൾ നടക്കത്തില്ലെന്ന് പറഞ്ഞ കാര്യങ്ങൾ, നടക്കത്തില്ലെന്ന് പറഞ്ഞ കാര്യങ്ങൾ, നടക്കത്തില്ലെന്ന് പറഞ്ഞ കാര്യങ്ങൾ ദൈവം നടത്തി തരാൻ പോകുന്നത് എന്ന് ദൈവത്തിന്റെ ദൂത് വിളിച്ചു പറയുന്നു. ശബരമന നിഗമന രുടമന നിഗമന അസ്തമ രഗമന ജഗമന രഗമന രൂഢമനത ആ ദൈവത്തിന്റെ വാക്തത്വങ്ങൾ വെളിപ്പെടട്ടെ, ആ ദൈവത്തിന്റെ ദൂത് വെളിപ്പെടട്ടെ, ആ ദൈവത്തിന്റെ ദൂത് വെളിപ്പെടട്ടെ, ആ ദൈവത്തിന്റെ ദൂത് വെളിപ്പെടട്ടെ. കർത്താവ് സ്തോത്രം, സ്തോത്രം. കർത്താവ് എന്ന് പകലെന്നോട് പറഞ്ഞ ദൈവത്തിന്റെ ആലോചന പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് നടക്കത്തില്ലെന്ന് പറഞ്ഞ് അമ്മേ ഇനി ഇതിനകത്തൊന്നും പരിഹാരമില്ല, ഫൈസലോ ഇതിങ്ങനെയെല്ലാമേ പോകത്തുള്ളൂ. സ്തോത്രം. എന്റെ ജീവിതം എല്ലാം അമ്മികാലല്ലേ സ്തോത്രം ഇതിനോടങ്ങ് എഴുകി ചേർന്നു. ഇനി എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോവും. സ്തോത്രം. നിരാശപ്പെട്ടു പോവല്ലേ. പരിശുദ്ധാത്മാവ് എന്നോട് ദൂത് വിളിച്ച് പറഞ്ഞതാ, നിരാശപ്പെട്ടു പോവല്ലേ. അമ്മേ സ്തോത്രം. അറ്റുപോയെന്ന് പറയുന്നിടത്ത് പുതിയതിനെ മുളപ്പിച്ചു കൊണ്ടുവരുന്ന ദൈവമുണ്ട്. അമ്മേ കാര്യം തീർന്നു പോയെന്ന് അമേകാല സ്തോത്രം നിന്നോട് ശത്രു പറഞ്ഞെടുത്ത് ദൈവം ചിലതിനെ പുതുതായി മുളപ്പിച്ചു കൊണ്ടുവരുന്നുണ്ട്. ആ ദൈവത്തിന്റെ വാക്തത്വങ്ങളാ ഇന്ന് ദൈവജനത്തിന്മേൽ പകർന്നെന്ന് ദൈവത്തിന്റെ ദൂത് വിളിച്ചു പറയുന്നു. സ്തോത്രം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയിൽ നിരാശപ്പെട്ടു പോയത്, അമേകാല സ്തോത്രം ചിലരുടെ വാക്കുകളാൽ നിരാശപ്പെട്ടു പോയത്, തളർന്നിരിക്കുന്ന വിഷയത്തിനകത്ത് ഇന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു, കേൾക്കുന്ന ദൈവജനമേ നീ തളർന്നു പോകല്ലേ, നിരാശപ്പെട്ടു പോകല്ലേ. നിനക്ക് വാക്തത്വം തന്നിരിക്കുന്ന ദൈവമാ കർത്താവായ യേശുവ. യേശു ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്ക് എന്ത് ചെയ്യത്തില്ല, മാറിപ്പോത്തില്ല. ആ വാക്ക് നിശ്ചയമായി നിന്റെ കുടുംബത്തിനകത്ത് ആര് പകർന്നു നൽകും? കർത്താവ് പകർന്നു നൽകും. എന്ന് പകല് ദൈവത്തെ സന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തുതിച്ച് പ്രാപിക്കുക. എന്ന് പകല് ഞാൻ ചിലത് പ്രാപിക്കാൻ പോവാ, എന്ന് പകല് ഞാൻ ചിലത് പ്രാപിക്കാൻ പോവാ. നിരാശപ്പെടുവാനല്ല ചിലത് ദൈവത്തിന് പ്രാപിക്കാൻ പോവുക, ദൈവത്തിന് ചിലത് പ്രാപിക്കാൻ പോവുക, ചില വാക്തത്വങ്ങളെ പ്രാപിക്കാൻ പോവുക, ചില ദൂതുകളെ പ്രാപിക്കാൻ പോവുക. ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിരാശപ്പെടത്തില്ല, ഞാൻ അത് തീർന്നു പോയെന്ന് പറയത്തില്ല. തീർന്നു പോയതിന്റെ ദൈവം പുതിയത് തരുവാൻ ദൈവത്തിന് കഴിയും. ഇന്ന് പകൽ ഇന്ന് പൂർണ്ണമായി കർത്താവിന്റെ സന്ദേശം പ്രാർത്ഥനയിൽ കർത്താവിന്റെ വചനം എന്ത് പറയുന്നത്? ക്ഷീണിച്ചു പോകരുത്. നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നവരാവണം. സ്തോത്രം, സ്തോത്രം. ഇന്ന് പകരം എന്നോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറഞ്ഞ് സ്തോത്രം ഉൽപ്പത്തി 1-ാം അധ്യായം വായിച്ചു വരുമ്പോൾ അതിനകത്തൊരു കാര്യം നമ്മളെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. കർത്താവ് എന്ത് പറഞ്ഞേ? ഉളവാവട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ അതെന്ത് ചെയ്തു? ഉളവായി. സ്തോത്രം. അത് പകുതിയായിട്ടൊന്നുമല്ല ഉളവായത്, പൂർണ്ണതയുമായിട്ടാണ് ഉളവായത്. എങ്കിൽ ഇന്ന് പകല് സ്തോത്രം ഞാൻ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിനകത്തും എന്ത് ചെയ്യും? കർത്താവ് ഉളവാവട്ടെ എന്ന് കൽപ്പിച്ചാൽ അതെന്ത് ചെയ്യും? പൂർണ്ണതയോട് ഉളവായി ദൈവം തരും. അല്പമല്ല തരുന്നത്, എന്ത് ചെയ്യും? പൂർണ്ണതയോട് ദൈവം തരും. ആ പൂർണ്ണതയോട് തരുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് ആരിയ്ക്കുന്നത്? നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്നത്. സ്തോത്രം. പ്രാർത്ഥനയെ മടുത്തു പോയാൽ നമ്മൾ എന്ത് ചെയ്യും? സ്തോത്രം. 1 ശമൂവേലിന്റെ പുസ്തകം വായിക്കുമ്പോൾ അതിനകത്ത് ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഹന്നെ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. സ്തോത്രം. തലമുറയില്ലാതെ സ്തോത്രം വചനം പഠിച്ചു വരുമ്പോൾ മച്ചിയായ ഒരു സ്ത്രീ, തലമുറയില്ലാത്ത മച്ചിയായ സ്ത്രീ, അവൾ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ സ്തോത്രം അവക്കൊന്നിനും കുറവില്ല. നല്ല ഭർത്താവുണ്ട്, നല്ല സ്നേഹം കൊടുക്കുന്ന ഭർത്താവുണ്ട്, പ്രൈസലോ സമ്പത്തുണ്ട്, നല്ല വസ്ത്രമുണ്ട്, നല്ല ആഹാരമുണ്ട്, നല്ല സ്തോത്രം മാന്യതയുണ്ട്, എല്ലാത്തിലും ജീവിക്കുക. പക്ഷെ എന്തില്ല? കുഞ്ഞുങ്ങളില്ല. അവൾ
ദൈവസന്നിധിയിൽ വന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു, എന്റെ ഈ നിന്ന് എന്ത് ചെയ്യണം, ഒന്ന് ദൈവം മാറ്റി. ഞാൻ ഓർക്കുക, ദൈവസന്നിധിയിൽ അവള് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ, അവള് ദൈവത്തിന്റെ സന്നിധി കരഞ്ഞുകൊണ്ട് വന്നിരുന്ന് ദേവാലയത്തിനകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏലി പുരോഹിതൻ വന്ന് അവളെ നോക്കിയിട്ട് ചോദിച്ചു, സ്തോത്രം, നീ മദ്യപിച്ചിട്ട് വന്നിരിക്കുവാണ്. സ്തോത്രം. പാപം ചെയ്യുന്ന സ്ത്രീയാണ്. അപ്പൊ പാപം ചെയ്തിട്ട് എവിടെ വരാൻ പറ്റത്തില്ലെന്നാ? മദ്യപിക്കുന്ന ഒരാൾക്ക് എവിടെ വരാൻ പറ്റത്തില്ലെന്നാ? അപ്പൊ നീ പാപം ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. നീ എന്തിനാ എങ്ങനെ ഉള്ളിൽ എന്ത് ചെയ്യുന്നേ? അവൾ പുറത്ത് പറയുന്നില്ല, പ്രാർത്ഥിക്കുന്നത് പുറത്ത് പറയുന്നില്ല. എന്തോ കാണുന്നേ? അവൾ വിങ്ങി പൊട്ടിക്കൊണ്ടിരിക്കുക. അവളെ ഉള്ളിലെ ദുഃഖം വിങ്ങി പൊട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ ചിലവര് മദ്യപിച്ചിട്ടെല്ലാം വന്നിട്ട് ചിലവർക്ക് ഭയങ്കര സെന്റിമെന്റ്സ് ആണ്. ഇല്ലേ? മദ്യപിക്കാത്ത സമയത്ത് അവർക്ക് ഒരു സെന്റിമെന്റ്സും ഇല്ല, ഒന്നുമില്ല. മദ്യപിച്ചിട്ട് വന്നിട്ട് ഭയങ്കര സെന്റിമെന്റ്സ്. ഈ സ്നേഹമല്ല എവിടുന്ന് പൊട്ടി വരുന്നറിയും. ആ സ്നേഹം വെറും കാപട്യമാണെന്നാണ് പഠിപ്പിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഏലിയ പുരോഹിതൻ എന്ന് പറഞ്ഞത് ഇങ്ങനെ വന്നിരിക്കുന്നവർക്ക് ഇരിക്കാവുന്ന സ്ഥലമല്ലല്ലോ. സ്തോത്രം. ഇങ്ങനെ വന്നിരിക്കുന്നവർക്ക് ഇരിക്കാവുന്ന സ്ഥലമല്ല. നീ പച്ചയായി വന്നിരിക്കുന്ന സ്ഥലമാണ്. കാര്യം ഇത് ദൈവത്തിന്റെ ആലയമാണ്. ഇതിനെ അശുദ്ധമാക്കുവാൻ പാടില്ല. ഞാനും ഈ വാക്യം വായിക്കുന്ന മുമ്പേ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ചിന്തിച്ചൊരു കാര്യം, ചിലവർ വന്നെല്ലാം മദ്യപിച്ചിട്ട് ചില സെന്റിമെന്റ്സ് എല്ലാം പറയുമ്പോൾ നമ്മൾ വീണ് പോയിട്ടുണ്ട്. സ്തോത്രം. ഇപ്പോഴത് മനസ്സിലായ എന്തുവാ ചുമ്മാതാ. ആമേ. ചിലവർക്ക് മദ്യപിച്ച് കഴിയുമ്പോഴേ ചീത്ത വിളിക്കാൻ അറിയത്തുള്ളൂ, അല്ലാത്തവൻ ചീത്ത വിളിക്കത്തു. ചിലവർക്ക് മദ്യപിച്ച് കഴിയുമ്പോഴേ അപ്പുറത്തെ വീട്ടിൽ വന്ന് എന്ത് ചെയ്യത്തുള്ളൂ, തന്തയ്ക്ക് വിളിക്കുകയും തള്ളയ്ക്ക് വിളിക്കല്ലേ ഉള്ളൂ. മദ്യപിക്കാതിരിക്കുമ്പോൾ എല്ലാവരും പറയും, യോ അദ്ദേഹം മദ്യപിച്ചില്ലെങ്കിൽ ഇത്രയും നല്ല ഡീസന്റ് ഒരു മനുഷ്യൻ. മദ്യപിച്ച് കഴിയുമ്പോ എന്തുവാ? ചുമ്മാ പറയാതെ മക്കളെ, എനിക്ക് തലേന്ന് നടന്നതൊന്നും അറിയത്തില്ലെന്ന് ഒരിക്കലും പറയല്ലേ. എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവർ ഇത് വെച്ചാണ് എന്ത് ചെയ്യുന്നത് മുതലെടുക്കുന്നത്. ചിലവർ മദ്യപിച്ചിട്ട് കൊണ്ട് വന്നിട്ട് കുടുംബത്തെ എല്ലാം സെന്റിമെന്റ്സ് ആക്കി, ഞാൻ മരിക്കാൻ പോവാ, എന്റെ ജീവിതം തീർന്നു, എല്ലാം തകർന്നു. ഇതെല്ലാം പച്ചയായിരിക്കുമ്പോഴാ പറയണ്ടേ. പച്ചയായിരിക്കുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നമ്മൾ പറയും, നിങ്ങൾ പറഞ്ഞില്ലയോ എന്ന് പറയും. മദ്യപിച്ചിട്ട് തീരുമാനം എടുത്തെല്ലാം നമ്മൾ ഏറ്റെടുക്കൂ, നമ്മൾ അതിനെ ആ രീതിയിലേക്ക് കാണും. അത് അവർക്കറിയാം. അത് അവർക്കറിയാം. തലേന്ന് നടന്ന സംഭവം ഒന്നും അറിയത്തില്ലെന്ന് എന്റെ അടുത്ത് പറയല്ലേ, നമ്മളും ഇതേ വന്നതാ. ഈ കാര്യങ്ങളെല്ലാം നമുക്കറിയാം. കാര്യം ഇതൊരു മറയായിട്ട് വെച്ചാ ഉപയോഗിക്കുന്നത്. സ്തോത്രം. എനിക്ക് തോന്നുന്നു അന്നയോട് വന്നത് ഇതേ രീതിയിലാണ് ആര് പറഞ്ഞത്? ഏലി പുരോഹിതൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വന്നിരുന്ന സെന്റിമെന്റ്സ് ഇറക്കേണ്ട സ്ഥലമല്ല ദൈവസന്നിധി. ദൈവസന്നിധി എന്ന് പറഞ്ഞാൽ പച്ചയോട് വന്നിരുന്ന് ഏറ്റുപറഞ്ഞ്, നിന്റെ കുറവുകളെ ഏറ്റുപറഞ്ഞ്, നിന്നെ തന്നെ നികത്തി ദൈവസന്നിധി ബലം പ്രാപിക്കേണ്ട സ്ഥലമാണ് ദൈവത്തിന്റെ സന്നിധി. അല്ലാതെ സ്തോത്രം ഇങ്ങനെ വന്നിരുന്ന് സെന്റിമെന്റ്സ് കാണിക്കേണ്ട സ്ഥലമല്ല. അപ്പൊ ദൈവസന്നിധി എന്ന് പറഞ്ഞാൽ എന്തുള്ളതാണ്? വിലയുള്ള സാധനം. അന്ന കരഞ്ഞു, പ്രൈസലോ. അവള് വ്യാസനപ്പെട്ടു. പക്ഷെ അവളെ വാക്ക് ആര് കേട്ടു? സ്വർഗത്തിലെ ദൈവം കേട്ടു. എന്നിട്ട് അവള് ഏലി പുരോഹിതനോട് പറഞ്ഞു, ഞാൻ കരഞ്ഞത്, ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചത് ഒരിക്കലും എന്തില്ല, നീ പറയുന്ന പോലുള്ള രൂപത്തിലോ പാപത്തിലോ വന്നല്ല ഇരുന്നത്. ഞാൻ പച്ചയായി വന്നിരുന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചത്. ഞാൻ അങ്ങനത്തുള്ള ഒരു സ്ത്രീ അല്ല. ഈ ഒറ്റ വാക്യത്തിനകത്തുണ്ട്, ഈ ഒറ്റ വാക്യത്തിന് ഈ അധ്യായത്തിനകത്ത്, അന്നയുടെ ജീവിതത്തിന്റെ അധ്യായം മാത്രം മതി പള്ളിക്കകത്ത് കുമ്പസാരം പാടില്ല എന്നുള്ള ഏറ്റവും വലിയ തെളിവിലാണ്. എന്ന് പറഞ്ഞാൽ പച്ചയായി വന്നു കഴിഞ്ഞ് നീ രൂപാന്തരപ്പെടേണ്ട സ്ഥലമാണ് അവിടെ ദൈവസന്നിധി. ദൈവസന്നിധി എന്ന് പറഞ്ഞാൽ ഭയത്തോട് കാണുന്നതാണ്. രൂപാന്തരപ്പെട്ട് കഴിഞ്ഞാൽ നീ ആർക്ക് വേണ്ടി ജീവിക്കേണ്ടതാണ്? ദൈവത്തിന് വേണ്ടി ജീവിക്കേണ്ടതാണ്. അല്ലാതെ കൂടെ രൂപാന്തരപ്പെട്ട് വന്ന് സംസാരിക്കേണ്ടത് നിന്റെ പാപങ്ങൾ വന്ന് സംസാരിക്കേണ്ട സ്ഥലമല്ല. എവിടെ? കുമ്പസാരം എന്ന് പറഞ്ഞാൽ എന്തുവാ? പാപങ്ങൾ ചെയ്തിട്ട് പറഞ്ഞിട്ട് നേരെ പോയി അടുത്ത പാപത്തിലേക്ക് പോവുക. ആ സ്ഥലമല്ല ദൈവത്തിന്റെ സന്നിധി.
ദൈവത്തിന്റെ സന്നിധി പൂർണ്ണമായി മാറാൻ താല്പര്യമുള്ളവൻ മാറേണ്ടതിന് വന്നിരിക്കേണ്ട സ്ഥലമാണ്. എന്തുവാ? ദൈവസന്നിധി. സ്തോത്രം. മദ്യപിച്ചിട്ട് ഒരാൾക്ക് വന്ന് ദൈവസന്നിധി കയറാം, പക്ഷെ പിന്നെ അവൻ എന്ത് ചെയ്യത്തില്ല? അവൻ യഥാർത്ഥമായി രൂപാന്തരപ്പെട്ട പിന്നെന്ത് ചെയ്യത്തില്ല? അവൻ മടങ്ങിപ്പോകുന്നത് വന്ന് കയറിയതുപോലല്ല, അവൻ വലിയ രൂപാന്തരത്തോടെ മടങ്ങിപ്പോയത്. പ്രൈസ് ദി ലോർഡ്. അതല്ല എല്ലാ ആഴ്ചയിലും വന്നിരിക്കാൻ അവനെ വന്നിരുത്താൻ പറ്റുമോ? ഇല്ല. ഏത് പാപിക്കും വരാം. പ്രൈസ് ദി ലോർഡ്. ഏത് പാപിക്കും വരാം. കാര്യം എന്തുവാ? രൂപാന്തരപ്പെടുവാൻ ആഗ്രഹമുള്ളവർക്ക് വരാം, പക്ഷെ അത് രൂപാന്തരപ്പെടണം. ഞാൻ ഓർക്കുക, നമ്മളെ പ്രാർത്ഥന, നമ്മൾ ദിവസം പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് വേണ്ടി ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ നമ്മളെ ചേർത്ത് പിടിക്കേണ്ടവർ തന്നെ ആയിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്? നിന്ദിക്കുന്നത്, പരിഹസിക്കുന്നത്. ഈ പ്രാർത്ഥനയൊന്നും ആര് കേൾക്കത്തില്ലെന്ന് ആര് പറയുന്നത്? ഇദ്ദേഹം ഹോൾസെയിൽ എടുത്തേക്കുക, ദൈവത്തെ ഹോൾസെയിൽ എടുത്തേക്കുക. ദൈവം ഇല്ലെന്ന് ഇയാളാണ് തീരുമാനിക്കുന്നത്. ഹൃദയം നുറങ്ങിയ പ്രാർത്ഥന ആര് കേൾക്കും? സ്വർഗം കേൾക്കും, ദൈവം കേൾക്കും. സ്തോത്രം. ദൈവം കേൾക്കും, ദൈവം ചെയ്യും, മറുപടി അയക്കും. അതിന് ഏറ്റവും വലിയ തെളിവാ അന്ന പ്രാർത്ഥിച്ചു. സ്തോത്രം. എല്ലാ വെളിപ്പാടുകളും ദർശനവും ദൈവത്തിന്റെ കാഴ്ചപ്പാടുമുള്ള അവൻ ദേവാലയത്തിന്റെ ശുശ്രൂഷകനായ ഏലിക്ക് പോലും അത് വെളിപ്പെട്ട് കിട്ടിയില്ല. അന്യ ദൈവമായിട്ടുള്ള പ്രാർത്ഥന അന്ന പറയുമ്പോഴാ, അന്നയെ നിന്ന് പറഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞിട്ട് അന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുമ്പോഴാ ഏലി പുരോഹിതന് മനസ്സിലാവുന്നത് അന്നയുടെ മേൽ കിടക്കുന്ന ദൈവത്തിന്റെ സ്നേഹം എത്ര വലുതാണ്, ദൈവത്തിന്റെ കരുതൽ എത്ര വലുതാണ്. ഇന്ന് പ്രിയ ദൈവമക്കളെ, നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥന മുടക്കുവാൻ അല്ലെങ്കിൽ നിന്റെ ആത്മീയ ജീവിതത്തെ തളർത്തുന്ന അനേകർ നിനക്ക് മുമ്പേ എഴുന്നേക്കും. പക്ഷെ അവിടെ ഒന്നും നീ എന്ത് ചെയ്യില്ലേ? തളർന്നു പോലെ. നീ അവരെ കേൾപ്പിക്കാനല്ല പ്രാർത്ഥിക്കുന്നത്. ആരെ കേൾപ്പിക്കാനാണ്? സ്വർഗത്തിലെ ദൈവത്തെ കേൾപ്പിക്കാൻ. ഇന്ന് മൊത്തം മനുഷ്യരെ കേൾപ്പിക്കുന്ന പ്രാർത്ഥനയാണ് നടക്കുന്നത്. മനുഷ്യരെ കേൾപ്പിക്കുന്ന പ്രാർത്ഥനയ്ക്കകത്ത് മറുപടി ഉണ്ടോ? ഞാൻ പ്രാർത്ഥനക്കാരനാണെന്ന് അറിയാം, അപ്പുറത്തെ വീട്ടിൽ ഇപ്പുറത്തെ വീട്ടുകാരെല്ലാം കേൾക്കുന്ന രീതി പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ? അത് ദൈവം കേൾക്കേണ്ട രീതി കേട്ടാൽ സ്തോത്രം. ശബ്ദം ഉയർത്തുന്നതല്ലേ ഞാൻ പറഞ്ഞു. ചിലവരുണ്ട് സ്തോത്രം, ദൈവത്തിന്റെ വചനം പറഞ്ഞു. ചിലവരുണ്ട് തെരുവ് കുന്നുകളിൽ അല്ലെങ്കിൽ പ്രാധാന്യപ്പെട്ട സ്ഥലങ്ങളിൽ പോയി നിന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കും. അല്ലാത്തടത്ത് അവർക്ക് പ്രാർത്ഥിക്കത്തില്ല. കാര്യം എന്തോ? 4 പേര് കൂടിയാലേ അവരെന്ത് ചെയ്യത്തുള്ളൂ? പ്രാർത്ഥിക്കത്തുള്ളൂ. സ്തോത്രം. ഒരു മീറ്റിങ്ങിന് വിളിച്ചാൽ അവർ ആദ്യം ചോദിക്കും എത്ര ആളുണ്ടെന്ന് ചോദിക്കും. ആളുണ്ടെങ്കിൽ എന്ത് ചെയ്യത്തുള്ളൂ? അവർ വരത്തുള്ളൂ. ആളുണ്ടെങ്കിൽ അവർ വരത്തുള്ളൂ. സ്തോത്രം. ആളില്ലെങ്കിൽ എന്ത് ചെയ്യത്തില്ല? അവര് വരത്തില്ല. കഴിഞ്ഞ ദിവസം തന്നെ സ്തോത്രം തിരുവനന്തപുരത്ത് മീറ്റിംഗ് വെച്ചപ്പോഴ് എൻ്റെ അടുത്ത് ഒരു 100 വട്ടം അവർ എൻ്റെ അടുത്ത് പറഞ്ഞു ആള് കുറവായിരിക്കും. വാസു വരുവോ? ഞാൻ പറഞ്ഞു ഞാൻ വരുവോ എന്നല്ല ചോദിക്കണ്ടേ, ദൈവത്തിന്റെ ആത്മാവോടെ വെളിപ്പെടുവോ? ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെട്ടാലേ എന്തെങ്കിലും എന്ത് ചെയ്യുന്നുള്ളൂ? പ്രയോജനപ്പെടുത്തുള്ളൂ. രാവിലെ കൊണ്ടിരുത്തിയപ്പോ രാവിലത്തെ സെഷനെല്ലാം ഞാൻ നോക്കിയപ്പോ എന്തുവാ? ആളൊന്നും ഇല്ലായിരുന്നു. സ്തോത്രം. അവരോടത്ത് ഞാനങ്ങ് വലിയുമായിരിക്കും, ഉച്ചയാകുമ്പോൾ വലിയോ. അവർ ആ രീതിയിലുള്ള സ്നേഹവും കെയറും അല്ലായിരുന്നു. പ്രൈസലോ. വൈകിട്ടായപ്പോഴേ വിധം മാറി. പ്രൈസലോ. കാര്യം ആളുണ്ടോ? വൈകിട്ടത്തെ ജനത്തെ കണ്ടപ്പോഴേ റൂട്ട് മാറി. ആളുണ്ടോ ഇല്ലയോ എന്നൊന്നും അല്ല അവിടെ ആര് പ്രവർത്തിക്കുന്ന. എനിക്ക് ആളുണ്ടോ ഇല്ലയോ എന്ന് എന്റെ വിഷയമല്ല. ഒരാളെ ഉള്ള ഏറ്റെടുക്കാമെങ്കിൽ അവിടെയൊക്കെ ഞാൻ തയ്യാറാണ്. ഏറ്റെടുക്കണം. സ്തോത്രം. ഏറ്റെടുക്കാൻ തയ്യാറാവണം. ആരാധനയ്ക്ക് അനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം. അവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ദൈവത്തിന്റെ മഹത്വം അനുഗ്രഹം ചെയ്യാൻ പറ്റത്തുള്ളൂ, പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രൈസലോ, നമ്മളെ പ്രാർത്ഥനയ്ക്ക് വില തരേണ്ടവർ പോലും വില തരാതെ നമ്മളെ തള്ളിക്കളയും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യല്ലേ? പതറിപ്പോയില്ലേ? നമ്മളെ പ്രാർത്ഥന ആരാ കേൾക്കണ്ടേ? ദൈവമാ കേൾക്കണ്ടേ? ഇന്ന് ആദ്യം അങ്ങനത്തെ ഒരു ഉറപ്പാ വേണ്ടത്. അങ്ങനത്തെ ഉറപ്പാ വേണ്ടത്. ഞാൻ പ്രാർത്ഥിച്ചാൽ ആര് കേൾക്കും? എന്റെ ദൈവം കേൾക്കും. ഞാൻ പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തോടാണ്, കേൾക്കേണ്ടതും ദൈവമാണ്, മറുപടി അയക്കേണ്ടതും ദൈവമാണ്. അതുകൊണ്ട് എന്റെ പ്രാർത്ഥനയുടെ വിഷയം അല്ല എന്റെ ആത്മീയ ജീവിതം ഞാൻ ദൈവമായിട്ട് കണക്ക് ബോധിപ്പിക്കത്തേ ഉള്ളൂ, അല്ല മനുഷ്യനുമായിട്ടല്ല ബോധിപ്പിക്കുന്നത്.
നമ്മളെ പലരെല്ലാം പറഞ്ഞ് നമ്മളെ മേൽ ചുമത്തും. ദൈവമക്കൾ എന്ന് പറയുന്ന പലരും നമ്മളെ മേൽ ചുമത്തും. പക്ഷെ അവിടെ നിന്ന് നീ പതറിപ്പോലെ. കാര്യം എന്തുവാ? ദൈവം നിന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു ദിവസമുണ്ട് അവരുടെ മധ്യയിൽ. നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയുള്ള ദിവസമുണ്ട്. എത്രയോ പേർ എന്നോട് വന്നിട്ട് പറഞ്ഞു, അവർ ഭയങ്കര പ്രാർത്ഥനക്കാരാന്നാ പറയുന്നത്. ഒരു കാര്യവുമില്ല. പക്ഷേ അവരെ വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു ദിവസമുണ്ട്. സ്തോത്രം. അവർ ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണെങ്കിൽ നിശ്ചയമായി അവരെ വെളിപ്പെടുത്തുന്ന ഒരു ദിവസമുണ്ട്. അവരെ മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. സ്തോത്രം. ദൈവത്തിന് വേണ്ടി നിന്ന ഒരു കൂട്ടം. ഞാൻ ആ ഒരു ഭാഗത്തിലേക്ക് ഒന്ന് വായിച്ചിട്ട് ഈ പ്രാർത്ഥന വിഷയത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം എടുക്കാം. 19-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. സ്തോത്രം. ഒരു മിനിറ്റ്. സോദോം ഗോമോറയെ നശിപ്പിക്കുവാൻ വരുന്ന പശ്ചാത്തലമായത്. സോദോം ഗോമോറയെ ദൈവത്തിന്റെ ദൂതന്മാർ നശിപ്പിക്കാൻ വരുമോ? 3 ദൂതന്മാർ വന്നിട്ടുണ്ട്. അവരെ നശിപ്പിക്കുവാൻ വേണ്ടി വന്നിരിക്കുക, ആ ദേശത്തെ ഇല്ലാതാക്കാൻ വേണ്ടി. കാര്യം എന്തുവാ? ആ ദേശത്തിനകത്ത് പാപം മാത്രം നിറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ദൈവത്തിന്റെ ദൂതന്മാരെ ഏറ്റെടുത്തത് അല്ലെങ്കിൽ കൈക്കൊണ്ടത് വരുന്നത് കണ്ടപ്പോഴേ ഓടി ചെന്നവരെ കൈക്കൊണ്ട് ഭവനത്തിലേക്ക് കൊണ്ടുവന്ന വ്യക്തിയാണ് ആര്? ലോത്ത്. അപ്പോഴ് ലോത്ത് അന്നത്തെ ഒരു രാത്രി അവരോടൊപ്പം, ലോത്തിനോടൊപ്പമായിരുന്നു, കുടുംബത്തോടൊപ്പമായിരുന്നു ആര് പാർത്തത്? ഈ ദൈവത്തിന്റെ ദൂതന്മാർ, ദൈവം അയച്ചിരിക്കുന്ന ദൈവത്തിന്റെ ദൂതന്മാർ പാർത്തത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ സ്തോത്രം. ആ ഒരു രാത്രി ലോത്ത് അവരോട് കാണിക്കുന്ന ആത്മാർത്ഥത കണ്ടപ്പോൾ ലോത്തിനെ കുടുംബത്തെ എന്ത് ചെയ്യണം? അവർക്ക് ഈ നാശത്തിൽ അല്ലെങ്കിൽ ഈ സ്വത്രം നശിപ്പിക്കാൻ പോകുന്ന അവസ്ഥയിൽ എന്ത് ചെയ്യണം? ഈ ദേശത്തുനിന്ന് എന്ത് ചെയ്യണം? മാറ്റണമെന്ന് അവർക്ക് തോന്നി. അവർക്ക് ദയ ഉണ്ടായി. കാര്യം എന്തുവാ? ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന കണ്ടപ്പോൾ, ദൈവത്തിന്റെ ദൂതന്മാർക്ക് പ്രാധാന്യം കൊടുക്കുന്ന കണ്ടപ്പോൾ, സ്തോത്രം. അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവജനത്തോട് അല്ലെങ്കിൽ ദൈവത്തിന്റെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന കണ്ടപ്പോൾ ലോത്തിനോട് പറഞ്ഞു, നിന്റെ കുടുംബത്തെ ഞങ്ങൾ രക്ഷിക്കാൻ പോവുക. സ്തോത്രം. ആ ഒരു പശ്ചാത്തലമാണ് ഇന്ന് പ്രിയതമേഖല. കാര്യം എന്തുവാ? ലോത്ത് ദൈവത്തിന്റെ ദൂതന്മാരെ എന്ത് ചെയ്തു? ഭയപ്പെട്ടു, അവരെ സ്വീകരിച്ചു. കാര്യം എന്ന് പറഞ്ഞാൽ ലോത്ത് ഒരു കാര്യം അറിയാം, യഹോവയെ ദൈവത്തിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എന്തെങ്കിലും ചെയ്യുവാൻ കഴിയത്തുള്ളൂ. ഈ ലോകത്തിന്റെ സകലത്തിന്റെ ഉടയവൻ ആരാണ്? യഹോവയെ ദൈവമാണ്. ആ ദൈവത്തെ ആർക്ക് തിരിച്ചറിഞ്ഞു? ലോത്തിന് തിരിച്ചറിവുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ദൂതന്മാരെ ലോത്ത് എന്ത് ചെയ്തേ? ഭവനത്തിലേക്ക് സ്വീകരിച്ചു. അപ്പൊ ദൈവനാമത്തിന് വേണ്ടി എന്തെങ്കിലും എല്ലാം ചെയ്യുന്നവരെ പോലും ആര് ഉപേക്ഷിക്കത്തില്ല? ലോത്ത് അബ്രഹാമിന്റെ ജ്യേഷ്ഠന്റെ മകനാണ്. പക്ഷെ അബ്രഹാമിന്റെ അത്രയും കാഴ്ചപ്പാട് ആർക്കില്ല? ലോത്തിനില്ല. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിന്റെ അത്രയും കാഴ്ചപ്പാട് ലോത്തിനില്ല. ലോത്ത് പലതും ലോകപരമായി ചേർന്ന് നിൽക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ സ്തോത്രം, ലോത്ത് ഈ സോദോം ഗോമോറയെ തെരഞ്ഞെടുത്ത കാര്യം എന്തുവാ? സോദോം ഗോമോറയുടെ നന്മ കണ്ടിട്ടാ ആര് തെരഞ്ഞെടുത്തേ? ലോത്ത്. സ്തോത്രം. സോദോം ഗോമോറയുടെ നന്മ കണ്ടിട്ടാണ് അവിടെ പോയി പാർത്തത്. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം പിതാവ് പറഞ്ഞു, നമ്മൾ ഒന്നിച്ചു പോയാൽ പറ്റത്തില്ല, അനുഗ്രഹങ്ങൾ നമ്മളെ മേൽ വന്നു. അതുപോലെ നമ്മളെ ജോലിക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക ഒരിക്കലും പാടില്ല. നമ്മൾ സഹോദരങ്ങളാണ്. അതുകൊണ്ട് നീ കിഴക്കോട്ടാണെങ്കിൽ ഞാൻ പടിഞ്ഞാറോട്ട് പോകും, ഞാൻ വടക്കോട്ടാണെങ്കിൽ ഞാൻ തെക്കോട്ട് പോകും. ഇങ്ങനെ പറഞ്ഞപ്പോഴാ ലോത്ത് നോക്കിയപ്പോ എന്തുവാ? ഏറ്റവും നന്മയുള്ള സ്ഥലമാണ് ഏത്? സോദോം ഗോമോറ. അത് കണ്ടിട്ട് എന്ത് ചെയ്തു? ലോത്ത് അതിന്റെ പിന്നാലെ പോയി. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം പിതാവ് അപ്പോഴതിന്റെ ഓപ്പോസിറ്റ് സ്ഥലത്താ പോയത്. കാര്യം എന്തുവാ? വലിയ നന്മയൊന്നും ഇല്ലാത്ത സ്ഥലത്തോട്ടാ പോയത്. പക്ഷെ അബ്രഹാം പിതാവിന്റെ കൂടെ ആരുണ്ട്? ദൈവത്തിന്റെ ശബ്ദമുണ്ട്. അപ്പൊ അബ്രഹാം പിതാവിനോടൊപ്പം ലോത്ത് നടന്നതുകൊണ്ട് ലോത്തിന് ഒരു കാര്യത്തിനകത്ത് ഉറപ്പുണ്ട്, ഈ യഹോവയെ ദൈവം മാത്രമാണ് ദൈവം. അതുപോലെ തന്നെ ഇവർ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിന് വേണ്ടി ജീവിച്ചാൽ മാത്രമേ ദൈവം ചെയ്യത്തുള്ളൂ, അനുഗ്രഹിക്കുള്ളൂ. ഇതറിയാം. പക്ഷെ പൂർണ്ണമായി ദൈവമായിട്ട് ആർക്ക് ബന്ധമില്ല? ലോത്തിന് ബന്ധമില്ല. ലോത്ത് കണ്ടിട്ടുള്ള ആരുമായിട്ട് ദൈവം സംസാരിക്കുന്നത് കണ്ടിട്ടുള്ളത്? അബ്രഹാമിനോട് സംസാരിക്കുന്നതാണ്. ഇന്ന് പ്രിയ മക്കളെ, ഞാൻ അതുകൊണ്ടാണ് വിളിച്ചു പറയുന്നത്, സഭയ്ക്കകത്ത് വന്നു കഴിഞ്ഞാൽ നീ ആരുമായിട്ടൊരു ബന്ധം ഉണ്ടാവണം? യേശുക്രിസ്തുമായിട്ടൊരു ബന്ധം ഉണ്ടാവണം. യേശുക്രിസ്തുമായിട്ട് ബന്ധമുള്ള ഒരു ദൈവ പൈതൽ ഏത് പ്രതികൂലം വന്നാലും ഏത് പ്രതിസന്ധി വന്നാലും എന്ത് ചെയ്യത്തില്ല? തകർന്നു പോകത്തില്ല. അവൻ എന്ത് ചെയ്യും? ജയം പ്രാപിക്കും. കാര്യം
അവന്റെ പ്രാർത്ഥന ആര് കേൾക്കാനുള്ളതാ? ദൈവസഭയ്ക്കകത്ത് സ്തോത്രം പ്രാർത്ഥന അല്ലെങ്കിൽ ആരാധന മറ്റുള്ള കാര്യത്തിനെല്ലാം മുമ്പിൽ നിൽക്കലെന്നല്ല, മുമ്പിൽ നിൽക്കണം. മുമ്പിൽ നിന്നിട്ട് ദൈവമായിട്ട് ബന്ധമില്ലെങ്കിൽ വല്ല കാര്യമുണ്ട്, ഇത് ചീറ്റിപ്പോത്തേ ഉള്ളൂ. പക്ഷെ ദൈവമായിട്ട് ബന്ധത്തിൽ ഈ നിൽക്കുന്നെങ്കിൽ നീ എന്ത് ചെയ്യും? അനുഗ്രഹം പ്രാപിക്കും. ദൈവത്തിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും നിനക്ക് നിന്റെ കുടുംബത്തിന് എന്ത് ചെയ്യാൻ പറ്റും? പ്രാപിക്കാൻ പറ്റും. സ്തോത്രം. ലോത്ത് അത്രയും കാര്യമേ ചെയ്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഇവരെ ഭവനത്തെ സ്വീകരിച്ചിട്ട് അന്ന് രാത്രി മുഴുവനും അവരെന്ത് ചെയ്തു? പ്രൊട്ടക്ഷൻ കരുതി. പ്രൈസിലോ ആരുടെ കരങ്ങളിലേക്ക് കൊടുക്കാതെ സ്വന്തം ഗവൺമെന്റിനകത്തുള്ള എല്ലാവരും രാത്രി വന്ന് ഇവരെ വെളിയിൽ ഇറക്കി വിടാൻ പറഞ്ഞു. പ്രൈസിലോ ഇവർക്ക് പ്രാണരക്ഷയായി ആര് നിന്നു? ലോത്ത് നിന്നു. ഭവനത്തിനകത്ത് കരുതി. ലോത്ത് വന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് എന്ന് പറഞ്ഞാൽ സ്തോത്രം, നിങ്ങൾ അവരെ വിട്ടുതരാൻ പറഞ്ഞപ്പോൾ ലോത്ത് വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. കന്യകയായിരിക്കുന്ന പുത്രിമാരെനിക്കുണ്ട്, അവരെ ഞാൻ വിട്ടുതരാം, എങ്കിലും ഞാൻ ഇവരെ വിട്ടുതരത്തില്ല. എന്നുള്ള അത്രയ്ക്ക് ആർക്ക് പ്രാധാന്യം കൊടുത്തു? വന്നിരിക്കുന്ന ദൈവത്തിന്റെ ദൂതന്മാർക്ക് അല്ലെങ്കിൽ വന്നിരിക്കുന്ന ദൈവത്തിന്റെ ഗസ്റ്റിന് എന്ത് ചെയ്തു? പ്രാധാന്യം കൊടുത്തു. സ്വന്തം മക്കളെ കാട്ടി പ്രാധാന്യം ആർക്ക് കൊടുത്തു? വന്നിരിക്കുന്ന ദൈവം അയച്ചിരിക്കുന്നവർക്ക് പ്രാധാന്യം കൊടുത്തു. സ്തോത്രം. നമ്മൾ കൊടുക്കും. സ്തോത്രം. നമ്മൾ പറയും മര്യാദക്ക് ഇറങ്ങി പോകണം പറയും. സ്തോത്രം. എനിക്ക് നോക്കാനൊന്നും പറ്റത്തില്ലെന്ന് പറയും, ഇല്ലയോ? പക്ഷേ ലോത്ത് എന്ത് ചെയ്തു? അത്രയ്ക്ക് പ്രാധാന്യം കൊടുത്തു. കാര്യം ലോത്ത് അബ്രഹാമിനോടൊപ്പം നടന്നപ്പോൾ ലോത്തിന് അറിയാം ദൈവത്തിന്റെ പ്രവൃത്തി എത്ര വലുതെന്ന്, ദൈവം എത്ര വലുതെന്ന്. കാര്യം എന്തുവാ? ലോത്ത് കണ്ട വ്യക്തിയാണ്. സകല നന്മകളും അനുഗ്രഹങ്ങളിൽ നിന്നുകൊണ്ടിരുന്ന അബ്രഹാം പിതാവ് എന്ന് പറഞ്ഞാൽ, അബ്രഹാം പിതാവ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ലോത്തിന്റെ ആരാ? കൊച്ചച്ഛന്. സ്തോത്രം. കൊച്ചച്ഛൻ എന്ന് പറയുന്ന അബ്രഹാം പിതാവ്. സ്തോത്രം. സകല നന്മകളും അനുഗ്രഹങ്ങളുമായി ആ കുടുംബത്തിനകത്ത് ഏറ്റവും അനുഗ്രഹപ്പെട്ടവരായി നന്മകളാൽ വലിയ ആർഭാടത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിനകത്ത് പറയുന്നു, അബ്രഹാം പിതാവിനെ ദൈവം വെളിപ്പെട്ടു, നീ ഇവരെ വിട്ട് ചാർച്ചക്കാരെ, ബന്ധുക്കളെ, സ്വത്ത് സുഖങ്ങളെല്ലാം വിട്ട് ഞാൻ പറയുന്ന ദേശത്തേക്ക് യാത്ര ചെയ്യാം. സ്തോത്രം. അതെല്ലാം ആരെപ്പോഴും ഉപേക്ഷിച്ചു? അബ്രഹാം പിതാവ് ഉപേക്ഷിച്ചു. അബ്രഹാം പിതാവ് പുറപ്പെട്ടു, ദൈവത്തിന്റെ ശബ്ദം കേട്ട് പുറപ്പെട്ടു. അതിനോടൊപ്പം ചാടിയ വ്യക്തി ആര്? ലോത്ത്. അപ്പൊ ലോത്തിനറിയാം ഈ ദൈവം സ്വത്തിന്റെ കാട്ടി, പണത്തിന്റെ കാട്ടി, അല്ലെങ്കിൽ വീടിന്റെ കാട്ടിയോ ആർപ്പടാത്തിന്റെ കാട്ടിയോ എല്ലാം വലിയവനാണ്. ആര്? യഹോവയ ദൈവം എന്ന് പറഞ്ഞാൽ എന്റെ കൊച്ചച്ഛൻ ഇതെല്ലാം വിട്ടിട്ടാണ് ആരുടെ കൂടെ വന്നേ? ദൈവത്തിന്റെ അടുത്ത് വന്നു. അങ്ങനെ ദൈവത്തിനോടൊപ്പം സ്വന്തം അബ്രഹാം പിതാവ് ഇറങ്ങി തിരിച്ചപ്പോൾ ചെല്ലുന്നതെല്ലാം ആരനുഗ്രഹപ്പെടുക? അബ്രഹാം പിതാവ് അനുഗ്രഹപ്പെടുക. ദൈവം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. ഈ അനുഗ്രഹങ്ങളിൽ ആർക്ക് കിട്ടിക്കൊണ്ടിരിക്കുക? ലോത്തിനോടും കിട്ടിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണ് ഇവരുടെ അനുഗ്രഹം എന്ത് ചെയ്ത്? കൂടിയപ്പോൾ, സമ്പത്ത് കൂടിയപ്പോൾ ഇവർക്ക് ഒന്നിച്ച് താമസിക്കുവാൻ കഴിയാത്ത ലെവലായി. ലോത്തിനൊരു ഗ്രൂപ്പായി. ലോത്ത് ഒന്നുമില്ലാതെ വന്നവനാ. ലോത്തിനൊരു ഗ്രൂപ്പായി, അബ്രഹാമിനൊരു ഗ്രൂപ്പായി. ഇവരെ അമ്മ എന്ത് ചെയ്യുക? വഴക്കാം. ജോലിക്കാരെ അമ്മയെ വഴക്കാം. അങ്ങനെ വന്നപ്പോഴാണ് അബ്രഹാം പിതാവ് പറഞ്ഞത്, ഇനി ഇങ്ങനെ പോയിട്ട് കാര്യമില്ല, നമുക്ക് എന്ത് ചെയ്യണം? പിരിയാൻ. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം നോക്കിക്കോളാൻ പറഞ്ഞു. അപ്പോഴും നോക്കിയെടുത്ത സ്ഥലമാണ് സോദോം ഗോമോറ. പക്ഷെ അന്ന് സോദോം ഗോമോറയ്ക്കകത്ത് പാപമില്ലായിരുന്നു, അന്ന് സോദോം ഗോമോറയ്ക്കകത്ത് നന്മയുള്ളായിരുന്നു. അവിടെ പാപം പെരുകിയപ്പോ ദൈവം പറഞ്ഞു, സോദോം ഗോമോറ എന്ത് ചെയ്യണം? നശിപ്പിച്ച് കളഞ്ഞേക്കാം. ദൈവത്തിന് വേണ്ടാത്ത ദൈവജനത്തെ, ദൈവത്തെ ഭയപ്പെടാത്ത ദൈവജനത്തെ ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട. ദൈവം പറഞ്ഞു നശിപ്പിച്ച് കളഞ്ഞേക്കാം. അതിനകത്ത് പാർത്ത ലോത്തിനെ ഈ ദൈവം നശിപ്പിക്കാൻ വന്ന ദൂതന്മാരെ കൈക്കൊണ്ടതുകൊണ്ട്, വീടിനകത്ത് പ്രവേശിപ്പിച്ച ഒരു രാത്രി അവരെ കരുതിയുകൊണ്ട് ലോത്ത് എന്ത് ചെയ്തു? ദൈവത്തിന് ഏറ്റവും പ്രാധാന്യപ്പെട്ടവനായി തീർന്നു. സ്വന്തം ആ വാക്യം പെട്ടെന്ന് വായിക്കാം. കണ്ടോ? സ്തോത്രം. ഈ ദേശം മൊത്തം നശിപ്പിക്കാൻ പോവാ. ലോത്തിനോട് പറഞ്ഞ് എന്ത് ചെയ്തു? ലോത്തിനടുത്ത് പറഞ്ഞ് വിട്ടോളാൻ പറഞ്ഞു, സ്ഥലം വിട്ടോളാൻ പറഞ്ഞു.
ലോകത്ത് അതിനു മുമ്പ് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ മക്കൾക്ക് വിവാഹം നിശ്ചയിച്ചു വെച്ചവരോട് ചെന്ന് പറഞ്ഞു ഇതേപോലെ ദേശം നശിപ്പിക്കാൻ പോവാ ഞങ്ങളോട്. അവരൊന്നും വന്നില്ല, കൂട്ടാക്കിയില്ല, അവരൊന്നും ഏറ്റെടുത്തില്ല. നമ്മൾ ചിലപ്പോൾ നല്ലതെല്ലാം ചെന്ന് പറഞ്ഞാൽ ചിലരെന്ത് ചെയ്തില്ല, ഏറ്റെടുക്കത്തില്ല. പൈസലോ ലോത്ത് എന്നിട്ട് ലോത്ത് പറഞ്ഞു ഈ സ്വത്തും സുഖമെല്ലാം വിട്ട് ഞാൻ വരുന്നില്ല, ഞാനും നശിച്ചോളാം, കുഴപ്പമില്ലെന്നുള്ള രീതിയിലാണ് ലോത്തും കുടുംബം നിൽക്കുന്നത്. പക്ഷേ ദൈവത്തിന്റെ ദൂതന്മാർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നശിപ്പിക്കാൻ പറ്റുന്നില്ല. കാര്യം എന്തുവാ, ഈ ഒരു വ്യക്തി കിടക്കുന്നത്. എന്ത് ചെയ്തു, ഈ വ്യക്തിയെ കുടുംബത്തെ പിടിച്ചുകൊണ്ട് ബലമായിട്ട് തന്നെ അവർ പിടിച്ചെന്ത് ചെയ്തു, പുറത്തിറക്കിയിട്ട് വന്ന് ഓടി രക്ഷപ്പെട്ടുള്ള പറഞ്ഞു. നിങ്ങൾ ഈ ദേശം വിട്ട് പൂർണ്ണമായി ഈ ബോർഡർ വിട്ട് പോയി കഴിയുമ്പോഴേ ആരെ നശിപ്പിക്കത്തുള്ളൂ, സോദോം ഗൊമോറയെ ദൈവം നശിപ്പിക്കുവാൻ കഴിയത്തുള്ളൂ. ലോത്ത് പോകാനല്ല ആദ്യം മടിച്ചു. പക്ഷേ ലോത്തിനോട് പറഞ്ഞപ്പോ ഒരു കാര്യവും പറഞ്ഞു. എന്ത് പറഞ്ഞു, നീ പോകുമ്പോഴും എന്ത് ചെയ്യല്ലേ, തിരിഞ്ഞു നോക്കരുത്. ആ സ്ഥലത്ത് ചെന്നിട്ട് നീ നോക്കാവൂ, അല്ലാതെ നീ തിരിഞ്ഞു നോക്കരുത്. ഇന്ന് പല പുതിയ നിയമസഭയ്ക്കകത്തുള്ള ദൈവമക്കളുടെ തകർച്ചയുടെ ഏറ്റവും വലിയ കാര്യം, കണ്ടല്ല ഇറങ്ങിയിട്ടുണ്ട്, ചാടിയെല്ലാം വന്നിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴും എങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുക, പെടലി ഉടുക്കിയ പോലെ ഇങ്ങനെ ഇരിക്കുക. ആ പെടലി ഉടുക്ക് എന്ന് മാറാതെ റെഡിയാവൂ. വലത്തോട്ട് തല ഒടുക്കിയിരിക്കുന്ന തല നീ എങ്ങനെ കൊണ്ടുവച്ചാലും സ്ട്രേറ്റ് വരുമോ? ആദ്യം ഈ ഉളുക്ക് മനസ്സിലാവണം, ഈ ഉളുക്കിനെ ഒന്ന് നേരെയാക്കി. കാര്യം എന്തുവാ, ദൈവസന്നിധിയിൽ പൂർണ്ണമായി എല്ലാം വിട്ട് ക്രിസ്തുവിലേക്ക് വന്നെന്ന് തീരുമാനമെടുത്ത് ക്രിസ്തുവിൽ വന്നിട്ടും ഇന്നും ചിലതെല്ലാം എന്ത് ചെയ്തിട്ടില്ല, വിട്ടിട്ടില്ല, മാറി. ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുമോ? എന്നിട്ട് നമ്മൾ അങ്ങ് പറയുക സാഹചര്യം മാറ്റിയത് കൊണ്ടാണ് ഞാൻ ക്രിസ്തുവിനെ അറിയാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചത്. സാഹചര്യത്തിലായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും ആരെ അറിയത്തില്ലായിരുന്നു, ക്രിസ്തുവിനെ അറിയുവാൻ ഭാഗ്യം ലഭിക്കത്തില്ലായിരുന്നു. എന്റെ സാഹചര്യം മാറ്റി തരുന്നവൻ ആര്? എന്റെ ക്രിസ്തു. അപ്പൊ ഞാൻ ക്രിസ്തു വന്നപ്പോഴേ എന്റെ സാഹചര്യം എന്ത് ചെയ്തു, ക്രിസ്തു മാറ്റിയിരിക്കുന്നു. പിന്നെ ഞാൻ സാഹചര്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഇഷ്ടപ്പെടുവോ? സ്തോത്രം. അതുകൊണ്ട് ചില നന്മകളും അനുഗ്രഹങ്ങളും എന്ത് കിട്ടാതെ പ്രാപിക്കുവാൻ, യഥാർത്ഥമായി അതിനകത്തുള്ള ദൈവത്തിന്റെ മഹത്വം അനുഗ്രഹം എന്ത് ചെയ്യട്ടെ, ദൈവജനം പ്രാപിക്കുവാൻ കഴിയട്ടെ. ഞാൻ ഇറങ്ങിയിരിക്കുന്ന കാര്യത്തിനകത്ത് എനിക്ക് എന്ത് ചെയ്യണം, ഒരു ഉറപ്പുണ്ടാവണം. ഞാൻ വിളിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഒരു ഉറപ്പുണ്ടാവണം. നീ പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ പ്രാർത്ഥിക്കുന്ന മറ്റൊരു വ്യക്തിയായിരിക്കും ചിലപ്പോൾ നിന്റെ ഉറപ്പിനെ നശിപ്പിച്ച് കളയുന്നത്. അവിടെ നീ വീട് പോവല്ലേ, അവരായിരിക്കും പറയുന്നത് നിന്റെ പ്രാർത്ഥന ഒന്നും ദൈവം കേൾക്കത്തില്ല. ആ വിഷയത്തെ കുറിച്ചൊന്നും പ്രാർത്ഥിക്കണ്ട, ആ വിഷയമൊന്നും നടക്കാത്ത കാര്യമാണ്. നടക്കാത്ത കാര്യം നടത്തി തരുന്നവൻ ആര്? സ്വർഗത്തിലെ ദൈവം. ഇന്ന് പകൽ എന്നോട് ദൈവം പറഞ്ഞു, ദൂതാണ് ഞാൻ പറയുന്നത്. ദൈവം എന്നോട് പറയുക, ഞാൻ മുളപ്പിക്കുമെന്ന് പറഞ്ഞപ്പോ എന്റെ ദൈവം പറയുക, അതല്ല പറയേണ്ടത്. എന്തു പറയുന്നത്? ഞാൻ ഉളവാവട്ടെ എന്ന് കൽപ്പിക്കുമ്പോൾ അവിടെ പൂർണ്ണതയോട് ഉളവാക്കി തരുന്ന ദൈവമാണ്. സ്തോത്രം. ഞാൻ മുളപ്പിക്കുമെന്ന് ദൈവത്തിന്റെ ദൂത് പറഞ്ഞപ്പോ ദൈവനോട് പറഞ്ഞു, അവിടെ നിർത്തരുതേ, കോമേട് ബാക്കിയോടും ചേർക്ക്, അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടല്ലേ, ബാക്കിയോടും ചേർക്ക്. എന്തുവാ? ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് ദൈവം എന്ന് പറയുന്നു, ഇന്നത് ഉളവാവട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ അത് ഉളവായി. കടല് മാറട്ടെ എന്ന് പറഞ്ഞപ്പോൾ, കടലാട്ടൊരു കൂട്ടം തീരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആക്കി തീർത്തു. അതേപോലെ നിന്റെ വിഷയത്തിനകത്ത് ഞാൻ വന്ന് ആക്കി തീർക്കുന്നത്, നിന്റെ വിഷയത്തിനകത്ത് പരിഹാരമാക്കി തീർക്കുന്നത്. നമ്മളെ വിഷയത്തിനകത്ത് കർത്താവ് ഇറങ്ങി വന്നിട്ട് അതങ്ങ് ഉളവാവട്ടെ. നടക്കത്തില്ലെന്ന് നമ്മൾ പറഞ്ഞതാ, നാട്ടുകാരും പറഞ്ഞു നടക്കത്തില്ല, ബന്ധുക്കളും പറഞ്ഞ് നടക്കത്തില്ല, സ്വന്തം പ്രാർത്ഥിക്കുന്ന നമ്മളെ കൂടെ ഉള്ള പലരും പറഞ്ഞ് നടക്കത്തില്ലെന്ന്, വേറെ കാര്യം ചിന്തിക്കാൻ പറഞ്ഞു. പക്ഷേ ദൈവം പറയുക, നീ ആ ചിന്തയിലേക്ക് പോകരുതേ, ആ വാക്കിന്റെ പിന്നാലെ പോകരുതേ. നിനക്ക് ഉറപ്പുള്ള ഒരു വാക്കുണ്ട്, ഉറപ്പ് തരുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ വാക്കിന് പിന്നാലെ നീ ഓട്. ദൈവം പറയുക, ഞാൻ ഉളവാവട്ടെ എന്ന് കൽപ്പിക്കുമ്പോൾ നിനക്ക് ഉളവാക്കി തരും. അത് അല്പമല്ല, മുളയ്ക്കുമ്പോൾ അല്പമേ വരുന്നുള്ളൂ, മുളച്ച് പിന്നെ വരണം. അതല്ല ദൈവം പറയുന്നത്. ഇങ്ങനെ പറഞ്ഞ് അത് പൂർണ്ണതയോട് ഞാൻ തരുന്നൊരു ദൈവം. പ്രൈസലോ. എന്നോട് പറയാം, അങ്ങനെ ദൂത് പറയേണ്ടത്, അങ്ങനെ ദൂത് പറയോ. കാര്യം പൂർണ്ണതയോട് തരുന്നൊരു ദൈവം. അപ്പോഴും ഞാൻ ഇത്രയും നാളും അനുഭവിച്ച വേദന, പ്രൈസലോ, ഒറ്റ നിമിഷം കൊണ്ട് ആര് മാറ്റി? എന്റെ ദൈവം മാറ്റി. അല്ലേ? സ്തോത്രം. ഒരു ഉദാഹരണം പറഞ്ഞാല്, സ്തോത്രം, ഒരു 4 വീലർ വേണ്ടി ഞാൻ ആഗ്രഹിച്ചു.
ആഗ്രഹിച്ച് ദൈവസ്ഥലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. മുളയ്ക്കെന്ന് പറയുമ്പോൾ ആദ്യം ഒരു ടയർ തരും. ഫോർ വീലർ ആയോ ഒരു ടയർ തന്നു. മുളയ്ക്കുന്നെന്ന് പറഞ്ഞപ്പോൾ മുളയ്ക്കുന്നത് ഉളവാവുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ പറയുന്നത്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, ഫോർ വീലറിൽ ഒരു കാര്യം, ഒരു ടയറും ഡിസ്ക് കിട്ടുന്നുണ്ട്. കാറായോ? കുറച്ചുകൂടെ പ്രാർത്ഥിച്ചപ്പോൾ 2 ടയർ തന്നു, ഒരു ടയർ കൊണ്ടു. കാറായോ? അടുത്ത ദിവസം പിന്നെ കിടന്ന് കരഞ്ഞപ്പോ ഒരു ടയർ കൊണ്ട് തന്നു, 3 ടയറായി. കാറായോ? അടുത്ത പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് സ്റ്റെപ്പിന് ഉൾപ്പെടെ 5 തന്നു. കാറായോ? ഞാൻ ഉരുട്ടി കളിക്കുന്ന പിള്ളേരുടെ കാറല്ല ചോദിച്ചേ, ടയറല്ല ചോദിച്ചേ, ഞാൻ കാറാണ് ചോദിച്ചത്. അതിനെന്ത് വേണം? ഒരു ചേസ് വേണം, ഇഞ്ചൻ വേണം, സ്തോത്രം, സീറ്റ് വേണം, സ്റ്റീറിംഗ് വേണം, അങ്ങനത്തെ ഓരോ സിസ്റ്റം അതിനകത്ത് വേണം. ഇതെല്ലാം ഓരോന്നായിട്ട് പ്രാർത്ഥിച്ച് മേടിച്ച് വരുമ്പോഴേ എന്റെ കാലം തീരും. ഇന്നത്തെ ഭൂരിപക്ഷം ബെന്തിക്കോസുകാരുടെ അനുഭവം ഇതാ. ചിലതെല്ലാം ഇച്ചിരിയെ അനുഭവിക്കാൻ പറ്റുന്നുള്ളൂ, കാണാൻ പറ്റുന്നുള്ളൂ, പൂർണ്ണത അനുഭവിക്കാൻ കഴിയുന്നില്ല. അപ്പോഴാണ് ദൈവം എന്നോട് പറഞ്ഞേ, മുളയ്ക്കുന്നെന്ന് പറയുമ്പോഴുള്ള ദൂത് അതാണ്. മുളയ്ക്കുന്നുള്ള ദൂത് പറയേണ്ടത് ഞാൻ ഉളവാക്കി തരും. ഞാൻ കാറ് ചോദിച്ചപ്പോൾ ഞാൻ കാറ് ചോദിച്ചപ്പോൾ ഒരു ഫ്രഷ് വണ്ടി എനിക്ക് വേണ്ടി ഇറക്കി കൊണ്ടുവന്നു. അതാ ഉളവാക്കി തന്നെ അല്ലേ? എല്ലാം ഉള്ളത്, ഒന്നും അതിനകത്ത് മാറ്റി വെക്കാനില്ല. ഞാൻ കാർ ദൈവത്തോട് ചോദിച്ചപ്പോ എയർ കണ്ടീഷൻ ഇല്ല. പക്ഷെ കർത്താവ് തന്നപ്പോ എന്ത് ചെയ്യുമോ, എയർ കണ്ടീഷൻ ഉള്ള സാധനമാണ്. ഞാൻ പ്രതീക്ഷിച്ചതിന് അപ്പുറമാണ്. നീ വെയിലത്ത് പോലെയും നീ അവിടെ എന്ത് ചെയ്യണ്ട, അവിടെ തണുത്ത് പോയാൽ മതി. ആര് പ്രവർത്തിച്ച്? എന്നോട് ദൈവം ഇങ്ങനെ പറയാനാ പറഞ്ഞു. ദൈവജനത്തോട് ഇങ്ങനെ പറയാനാ പറഞ്ഞു, പൂർണ്ണതയോട്. അപ്പോഴെന്തുവാ, മറ്റേ ഒരു ടയർ കിട്ടി, കുറെ നാൾ പ്രാർത്ഥിച്ച് അടുത്ത ടയർ കിട്ടി. അപ്പൊ എന്തുവാ, കാലങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. കാറായപ്പോഴേ എന്ത് ചെയ്തു, ഒരു സമയമായി. കാറായപ്പോഴേ ഒരു സമയമായി. പക്ഷെ മറ്റേത് ഒറ്റ ദിവസം കൊണ്ട് വന്നു. നമ്മൾ ഇത്രയും നാളും അനുഭവിച്ച വേദന ഒറ്റ നിമിഷം കൊണ്ട് മാറുന്നതാണോ, കാലങ്ങൾ കൊണ്ട് മാറുന്നതാണോ നല്ലത്? ഏതാ നല്ലത്? ഒറ്റ നിമിഷം കൊണ്ട് മാറണമെങ്കിൽ നമ്മൾ ദൈവമായിട്ട് അടുക്കണം. സ്തോത്രം. ദൈവമായിട്ട് ആഴമായ ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ ഒറ്റ നിമിഷം കൊണ്ട് ആർക്ക് പ്രവർത്തിക്കാൻ പറ്റൂ? ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റൂ. ദൈവം പറയാം, അതിലേക്ക് നീ മാറും. നിന്നെ നിരാശപ്പെടുത്തുന്ന വാക്കുകളുണ്ട്, നിനക്ക് കിട്ടത്തില്ലെന്ന് പറയുന്ന വാക്കുണ്ട്, നടക്കത്തില്ലെന്ന് പറയുന്ന വാക്കുണ്ട്. അത് ആത്മീയത്തിനകത്തുകൊണ്ട് പുറത്തുള്ള ആൾക്കാരും ഉണ്ട്. പക്ഷെ നീ അവിടെ പറയിപ്പോലെ ദൈവം നിന്നോട് പറഞ്ഞു നടത്തിത്തരും. ദൈവം പറഞ്ഞു നടത്തിത്തരും. ദൈവത്തിന് നടത്താൻ കഴിയാത്ത ഒരു കാര്യവുമില്ല. ആദ്യം നീ വിശ്വസിക്കുന്ന ദൈവത്തിന് അങ്ങനെ ഒരു ഉറപ്പ് നിനക്കുണ്ടാവരുത്. ഉറപ്പുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയാ, നിശ്ചയമായി ആ വിഷയത്തിനകത്ത് ആദ്യം പ്രവർത്തിക്കും. ദൈവത്തിന് പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? ഉറപ്പ് വേണം. അതുകൊണ്ടാണ് ഞാൻ യോശുവയോട് പറയുന്നത്, ഞാൻ എപ്പോഴും എടുത്ത് പറയുന്നുണ്ട്, യോശുവയോട് പറയുന്നുണ്ട്, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, വലിയൊരു ജാതിയാക്കും. പക്ഷെ നിനക്ക് എന്ത് വേണം? നിനക്ക് ഉറപ്പും ധൈര്യം വേണം. അത് പ്രാപിക്കേണ്ട ആരാ? നമ്മളാ. ദൈവം തരുമെന്നുള്ള ഉറപ്പും ധൈര്യവും പ്രാപിക്കേണ്ട ആരാ? നമ്മളാ. ഇന്ന വിഷയത്തിനകത്ത് ഉറപ്പും ധൈര്യവും പ്രാപിച്ചാൽ മാത്രമേ ആർക്ക് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ? ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. ആ ഉറപ്പിന്മേലും ധൈര്യത്തിന്മേലും ആ വിശ്വാസത്തിന്മേലും ആര് പ്രവർത്തിക്കുന്നത്? കർത്താവ് പ്രവർത്തിക്കുന്നത്. പക്ഷെ പല കാര്യത്തിനകത്തും നമുക്ക് എന്തില്ല? ഉറപ്പില്ല. കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നമുക്ക് സ്തോത്രം ഇപ്പോഴും മനസ്സിൽ വന്നു കഴിഞ്ഞാൽ കുഞ്ഞോളം അമ്മയെടുത്ത് ചോദിക്കാം. സ്തോത്രം. ഈ ചിന്തയാണ്. കുഞ്ഞോളെന്ന് പറയുന്ന പേരുണ്ടെന്ന് ഞാൻ ഇന്നലെ ചിന്തിച്ചു. സ്തോത്രം. ഇതെല്ലാം കഴിഞ്ഞപ്പോ ചിന്തിച്ചേ, തങ്കമനുഷ്യന് അങ്ങനെ ഒരു പേരുണ്ടല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. എന്റെ വായി പെട്ടെന്ന് വന്നൊരു പേര് പറഞ്ഞതേ ഉള്ളൂ. അമ്മേ, കുഞ്ഞോളമ്മയെടുത്ത് ചോദിക്കാം. നാളെ പോയി കുഞ്ഞോളമ്മയോട് ചോദിക്കണ്ട, സ്തോത്രത്തോട് ചോദിച്ചാൽ മതി. കാര്യം എന്തുവാ? പ്രൈസലോ അല്ലെ? പറഞ്ഞ പോലെ അതല്ല ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം നിനക്ക് ഡയറക്റ്റ് തരുവാൻ ആഗ്രഹിക്കുന്നു. ദൈവസ്ഥിതി പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുമ്പസരിക്കുന്നത് അദ്ദേഹം വഴിയല്ല, തരാൻ ഡയറക്റ്റ് തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അപ്പൊ നീ ആരുമായിട്ട് ബന്ധം വന്നാൽ മതി? ദൈവമായിട്ട് വന്നാൽ മതി. ഏരി പുരോഹിതന് പോലും ഫ്രണ്ടിൽ നിൽക്കുന്ന അന്നയുടെ ഭക്തനെ കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ല.
അതിനകത്ത് തെറ്റിദ്ധരിച്ചു. പക്ഷെ അന്നയുടെ പ്രാർത്ഥന ആര് കേട്ടു? സ്വർഗം കേട്ടു. അടുത്ത വർഷം അതേ ദിവസത്തിൽ ഒരു തലമുറ ആർക്കുണ്ടായി? അന്ന. ആ ഏലി പുരോഹിതനും അനുഗ്രഹിച്ചയക്കേണ്ട വന്നു. ആരെ? അന്നെ അനുഗ്രഹിച്ചയക്കേണ്ട വന്നു. പക്ഷെ ആ തലമുറ കിട്ടിയപ്പോഴും അന്ന ഒരു തീരുമാനം എടുത്ത്, എന്തുവാ? ഇത് ദൈവത്തിന് വേണ്ടിയാണ്. കാര്യം എന്തുവാ? എന്റെ നിന്ന മാറ്റി തന്ന ദൈവം. ഞാൻ ദൈവത്തോട് അതേ ചോദിച്ചിട്ടുള്ളൂ, എന്റെ നിന്ന മാറ്റി തരണം. അതേപോലെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് ദൈവം വിടുതൽ തരുവാൻ, നിന്ന മാറ്റുവാൻ, പരിഹാസം മാറ്റുവാൻ അല്ല കർത്താവ് എന്തുകൊണ്ട്? ഒരു നിമിഷം മതി. ലോത്തിനോട് പറഞ്ഞു, നീ ഓടിക്കോ. അവര് പറഞ്ഞ വല വേറെയായിരുന്നു, സ്ഥലം അവര് കാണിച്ചു കൊടുത്ത വേറെ സ്ഥലമാണ്. അപ്പൊ ലോത്ത് പറഞ്ഞു, ഞാൻ അവിടം വരെ ഒന്നും എത്തത്തില്ല, അവിടം വരെ ഒന്നും എനിക്ക് ഓടി എത്താൻ പറ്റത്തില്ല, എനിക്ക് അടുത്തുള്ള സ്ഥലം കാണിച്ചു കൊടുത്തു. അവര് പറഞ്ഞു, മതി. എന്ത് ചെയ്തു? നീ ഓടിക്കോ, നീ ഓടിക്കോ. പക്ഷെ എന്ത് ചെയ്യല്ലേ? പുറമോട്ട് നോക്കരുത്. ഇന്ന് ഞാൻ ഒരു കാര്യം പറയാം. വിശ്വാസത്തിൽ ഉറപ്പും ധൈര്യത്തോടും ദൈവജനം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യല്ലേ? പുറകോട്ടുള്ള ഒരു വാക്കും, നെഗറ്റീവ് വാക്കുകളൊന്നും കേൾക്കല്ലേ. കാര്യം നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി തരുന്ന, പോസിറ്റീവ് നിവർത്തി തരുന്ന ഒരു കർത്താവിനെ ഞാൻ നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ മനുഷ്യന് സകലം അസാധ്യമെങ്കിൽ ദൈവത്തിന് സകലം എന്തുവാ? സാധ്യമാണ്. മനുഷ്യൻ സകലതും നെഗറ്റീവായിട്ട് പറയും, പക്ഷെ ദൈവത്തിന് ഈ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കാൻ ഒറ്റ നിമിഷം മതി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? പോസിറ്റീവ് എനർജി ഉള്ളവരായിരിക്കണം. ഒരിക്കലും നെഗറ്റീവ് എനർജി ഉള്ള വ്യക്തിയാവരുത്. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നടക്കുമെന്ന് വിശ്വസിക്കുക. ആദ്യം നടക്കുമെന്ന് വിശ്വസിച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ആര് മറുപടി തരും? ദൈവം മറുപടി തരും. ഇന്ന മാറ്റങ്ങൾ എന്റെ കുടുംബത്തിനകത്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അതിനകത്ത് ആദ്യം ഒരു ഉറപ്പും ധൈര്യവും ഉണ്ടെങ്കിൽ, വിശ്വാസമുണ്ടെങ്കിൽ കർത്താവ് എന്ത് ചെയ്യും? അത് ചെയ്തു തരും. അല്ലാതെ ആ വാക്ക് മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞിട്ട് നിരാശപ്പെടുകയല്ല വേണ്ടത്. ആ നിരാശയെ മാറ്റിവെച്ചിട്ട് മറ്റവൻ ഒരിക്കലും നിനക്ക് ആശ്വാസം പകരത്തില്ല, നിരാശ മാത്രമേ പകരത്തുള്ളൂ. നീ നിരാശയുടെ വാക്കല്ല കേൾക്കേണ്ടത്, നിരാശയെ അല്ല നീ പിന്തുടരേണ്ടത്. നീ പിന്തുടരേണ്ടത് ജയത്തെയാണ്. ആ ജയത്തെ തരുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നീയും ആരാധിക്കുന്നത്. എങ്കിൽ ആ ദൈവം നിശ്ചയമായി നിന്നെ കുടുംബത്തെ എന്ത് ചെയ്യും? അനുഗ്രഹിച്ചിരിക്കും. ലോത്ത് ഓടി. സ്തോത്രം. ലോത്ത് പറഞ്ഞ സ്ഥലത്തോട്ട് ഓടി. നമ്മൾ പറയാറുണ്ട്, കർത്താവ് ഇത്രയൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. കർത്താവ് അപ്പോഴും നമ്മളെ ആഗ്രഹത്തിന് വിട്ടേക്കോ? പലതും നമ്മളെ ആഗ്രഹത്തിന് വേണ്ടിയാ ആര് വരുന്നത്? ദൈവം വിട്ടിട്ടുണ്ട്. പലതും നമ്മളെ കണ്ണടച്ചിട്ടുണ്ട്. കാര്യം എന്തുവാ? എങ്കിലും ബലപ്പെടത്തെന്നോർത്താ. സ്തോത്രം. നമ്മളെ കുറവില്ലയോ, തെറ്റുകളില്ലയോ, എന്നിട്ടും ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നില്ലയോ? എന്തെങ്കിലും നമ്മളെ ജീവിതത്തിൽ കുറവ് വരുത്തുന്നുണ്ടോ? ദൈവം ധാരാളമായി തരുന്ന ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷെ നമ്മൾ പലപ്പോഴും ദൈവസന്നിധി എന്ത് വരുത്തുന്നുണ്ട്? കുറവുകൾ വരുത്തുന്നുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരം എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഓടാൻ പറ്റത്തില്ല. സ്തോത്രം. ലോത്ത് മക്കൾ ഓടി. ലോത്ത് പറഞ്ഞു, എനിക്ക് അത്രയൊന്നും ചെല്ലാൻ പറ്റത്തില്ല, എനിക്ക് അടുത്ത മല കാണിച്ച അവിടം വരെ പോകാൻ പറ്റും. ലോത്തും മക്കളും എന്ത് ചെയ്തു? അനുസരിച്ചു. അവരെന്ത് ചെയ്തില്ല? തിരിഞ്ഞു നോക്കാതെ അവരെന്ത് ചെയ്തു? ഓടി. പക്ഷേ ലോത്തിന്റെ ഭാര്യ എന്ത് ചെയ്തു? തിരിഞ്ഞു നോക്കി. കുറച്ച് ഓടിയപ്പം ദൈവത്തിന്റെ വചനം പറയുക, അവൾ ഒരു ഉപ്പ് തൂണായി തീർന്നു, ഒരു ഉപ്പ് പ്രതിമയായി തീർന്നു. തിരിഞ്ഞു നോക്കാത്ത ലോത്തും മക്കളും എന്ത് ചെയ്തു? ആ മലയുടെ മേലിൽ ചെന്നു. അപ്പോഴാ അറിയുന്നത് ഭാര്യ എന്ത് ചെയ്തു? ഉപ്പ് തൂണായി പോയത്. ഇന്ന് പ്രിയ മക്കളെ, ദൈവത്തെ നോക്കിയിട്ട്, ദൈവത്തെ മുറുകി പിടിച്ചിട്ട് അമകാലയിലെ തിരിഞ്ഞു നോക്കല്ലേ. നമുക്ക് എപ്പോഴും ജയിക്കുവാനൊരു കാര്യമുണ്ട്. എന്തുവാ? ഒരു പ്രാർത്ഥനയ്ക്ക് നമുക്കൊരു നായകനുണ്ട്. പ്രാർത്ഥിച്ചാൽ മറുപടി തരുന്ന ഒരു നായകൻ നമുക്കുണ്ട്. അപ്പോഴേത് വിഷയത്തിനകത്ത് നമുക്കൊരു പരിഹാരമുണ്ട്. എന്തുവാ? ദൈവസന്നിധി മുഴങ്കാലും അടക്കിയാൽ, ദൈവസന്നിധി നമ്മളെ തന്നെ ഒന്ന് ഉടച്ചാൽ, ദൈവസന്നിധി നമ്മളൊന്നും അല്ലെന്നൊന്ന് പൂർണ്ണമായി സമർപ്പിച്ചിട്ട് ആ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത് നമ്മൾ പ്രാർത്ഥിച്ചാൽ നിശ്ചയമായി ആര് മറുപടി നൽകും? ദൈവം നമുക്ക് മറുപടി നൽകും. ദൈവത്തിന് മറുപടി തരാൻ പറ്റാത്ത ഒരു കാര്യവുമില്ല. പക്ഷെ മനുഷ്യന് പല കാര്യത്തിനകത്തും എന്തുണ്ട്? മറുപടി തരുവാൻ കഴിയത്തില്ല. മറുപടി തരുവാൻ കർത്താവിന് കഴിയുമെന്ന് ഏറ്റവും കൂടുതലായിട്ട് ശക്തമായിട്ട് പറയുവാൻ കഴിയും. ഇതെല്ലാം ഉണ്ടാക്കിയതാരാ? കർത്താവ്. കർത്താവ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിനകത്തെല്ലാം മാറ്റം തരുവാനും ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയും. ദൈവത്തിന് കഴിയും. ഇന്ന് പകരം ഉറപ്പോട് വിശ്വസിക്കും.
എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുന്നതാണ്, പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നതാണ്. എന്റെ പ്രാർത്ഥന എന്ത് ചെയ്യത്തില്ല, വെറും ജൽപ്പനം പോലെ ആവത്തില്ല. കഴിഞ്ഞ നാളുകളിൽ പലപ്പോഴും പല പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വന്നപ്പോൾ ചില വാക്കുകൾ കേട്ട് എന്റെ പ്രാർത്ഥന ജൽപ്പനം പോലെ ആയിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽ ആ ജൽപ്പനങ്ങളെ ജീവൻ പ്രാപിക്കുന്ന ഒരു പ്രാർത്ഥനയാക്കുന്നുവെങ്കിൽ, അതിലേക്ക് നീ മാറുന്നുവെങ്കിൽ, സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൂത് വിളിച്ചു പറയുന്നു, നിശ്ചയമായി നിന്റെ പ്രാർത്ഥനമേൽ ദൈവം മറുപടി തരാൻ പോവുക. സ്തോത്രം. മുളപ്പിച്ചു അല്പമൊന്നും അല്ല ദൈവം തരാൻ പോകുന്നത്. ദൈവം തരാൻ പോകുന്നത് പൂർണ്ണതയോട്. ആമേൻ. ഒരു വിടുതല ദൈവം തരാൻ ആഗ്രഹിക്കുന്നത്, പൂർണ്ണമായ ഒരു സൗഖ്യം തരാൻ ദൈവം ആഗ്രഹിക്കുന്നത്, പൂർണ്ണമായ ഒരു സമാധാനം തരുവാൻ ആഗ്രഹിക്കുന്നത്, പൂർണ്ണമായ ഒരു ഉയർച്ച തരുവാൻ ആഗ്രഹിക്കുന്നത്. നിന്റെ തലമുറയ്ക്ക് എന്ത് പറ്റും, ഞാൻ ഇങ്ങനെ പോയാൽ എന്റെ കാര്യം എങ്ങനെ, നിന്റെ കാര്യത്തെ മുഴുവനും കണക്കോട് വരച്ച് 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 പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആര്? കർത്താവായ യേശു. ആമേൻ. ചിലവർ ചോദിക്കാറുണ്ട്, ഇങ്ങനെ പോയാൽ നിന്റെ കാര്യം എങ്ങനെയായിരിക്കും മുന്നോട്ടെന്ന്. പ്രിയ ദൈവത്തിൽ ഇന്ന് പകൽ നീ ഓർത്തോ, നിന്നെ കുറിച്ചൊരു പ്ലാൻ വരച്ചു വെച്ചിട്ടുണ്ട്. ആരാ? നീ എന്തായി തീരണം, നീ എവിടെ പോയി നിൽക്കണം, നീ നിനക്ക് എന്തൊക്കെ തരണം എന്നെല്ലാം ആർക്കറിയാം? ദൈവത്തിന് അറിയാം. സ്തോത്രം. നീ വരയ്ക്കാൻ നിൽക്കല്ലേ, നിന്റെ പ്ലാനിനെ നീ വരയ്ക്കാൻ നിൽക്കല്ലേ. വരയ്ക്കാൻ നിനക്ക് ഒരിക്കലും എത്തിക്കാൻ പറ്റത്തില്ല, എത്തിപ്പറ്റാൻ കഴിയത്തില്ല എന്ന് പറയാ. ദൈവം പറഞ്ഞ, ദൈവത്തിന്റെ ദൂതന്മാര് പറഞ്ഞ, അല്ലെങ്കിൽ ദൈവം പറഞ്ഞ വാക്കുകളെ അനുസരിച്ച് ലോത്തും പുത്രിമാരും ഓടിയെങ്കിൽ അവരങ്ങെത്തി. പക്ഷേ തിരിഞ്ഞു നോക്കിയ ഭാര്യയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. കേട്ട ദൂത് ഇവരെ ഒന്നിച്ചാ കേട്ടത്, ഇവരൊന്നിച്ച ദൈവത്തിന്റെ ദൂതന്മാരെ മനസ്സിലാക്കിയത്, ഒന്നിച്ച ദൂത് കേട്ടത്. പക്ഷെ കേട്ട 3 പേര് അങ്ങ് അപ്പുറം പോയി. ഒരാൾ ഇവിടെ ചെയ്തു, ഇവിടെ സ്റ്റോപ്പായി. കാര്യം എന്തുവാ? തിരിഞ്ഞു നോക്കി. ഇന്ന് തിരിഞ്ഞു നോക്കുന്നവരെ ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട. അതുകൊണ്ട് കർത്താവ് പറഞ്ഞേ, കലപ്പയ്ക്ക് കൈ കൊടുത്തിട്ട് തിരിഞ്ഞു നോക്കരുത്, നീ ഓടിക്കോണം. സ്തോത്രം. അതുപോലെ എലിശയെ വിളിക്കുമ്പോഴും ഏലിയാവിനോട് പറയുന്നുണ്ട്, ഞാൻ വീട് വരുമ്പോൾ താമസിക്കരുതേ, ദൂതിന് വേണ്ടി നീ ഓടിക്കൂ, എങ്കിലേ ദൂത് നിനക്ക് പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. അവൻ പറഞ്ഞു, വേറെ ഒന്നുമല്ല, പോകുന്ന എന്തിനു വേണ്ടിയായിരുന്നു? പഴയതെല്ലാം ഇനി തിരിഞ്ഞു നോക്കാൻ എനിക്കൊന്നും ഉണ്ടാവില്ല. സ്തോത്രം. തിരിഞ്ഞു നോക്കാൻ എനിക്ക് ഇനി ഒന്നും ഉണ്ടാവില്ല. ഇന്ന് പലരും കർത്താവിന് വേണ്ടി ചാടി ഇറങ്ങിയിട്ട്, ഈ കോവിഡ് വന്നപ്പോ ഞാൻ കണ്ടിട്ടുണ്ട്, കർത്താവിന് വേണ്ടി ചാടി ഇറങ്ങിയവരാ, വിശ്വാസത്തിന് വേണ്ടിയല്ല ഇറങ്ങിയതാണ്, അല്ലെങ്കിൽ സുശേഷവരയ്ക്ക് വേണ്ടി ഇറങ്ങിയതാണ്. സ്തോത്രം. 5, 8, 10 വർഷവും എല്ലാം ഭയങ്കര സഭയായിട്ട് ഇറങ്ങുന്നതാണ്. പത്രത്തിനകത്തുണ്ടായിരുന്നല്ലോ ചില ഫോട്ടോകൾ. ഈ കോവിഡ് വന്നപ്പോ മലക്കറി കച്ചവടം നടത്തുന്നു, ചായ കച്ചവടം നടത്തുന്നു. പ്രൈസലോ. പേര് സുശേഷകൻ. ആർക്ക് വേണ്ട? ദൈവത്തിന് വേണം. സ്തോത്രം. നമ്മളെ വീടിന്റെ അടുത്ത ഒരാളുണ്ട്, ഉദ്ദേശിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. സ്തോത്രം. ഞാൻ പലപ്പോഴും എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എനിക്ക് എന്നെ കൊണ്ട് കഴിയുന്ന അപ്പുറത്ത് സഹായം ഞാൻ ചെയ്യുമായിരുന്നു. കോവിഡ് വന്നപ്പോ ഞാൻ നോക്കുമ്പോൾ പുള്ളി ചായക്കട ഇട്ടേക്കുന്നു, സിഗരറ്റും ബീഡിയെല്ലാം ഓരോരുത്തർക്ക് കൊടുത്തേക്കുന്നത്, അവിടെ വലിക്കാനുള്ള സ്ഥലവും. ഇപ്പൊ ഞാൻ അയാൾ വന്ന അപ്പഴേ ഞാൻ കേൾക്കും. പ്രൈസലോ. ഇപ്പോഴും അയാൾ പിന്നെ ഇറങ്ങിയിട്ടുണ്ട് ബൈബിളുമായിട്ട്, എല്ലാം ഓപ്പൺ ആയപ്പോ. സ്തോത്രം. ഞാൻ വീടിന്റെ വാതിൽക്കാമ ഞാൻ വരും, ഞാൻ പറയും ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞേക്കാൻ പറയും. പ്രൈസലോ. കാര്യം എന്താണ്? ഈ വിശ്വാസമുള്ള വ്യക്തിയെ വേണ്ട, ഇതൊന്നും പാസ്റ്റിന് വിളിക്കാൻ പറ്റുമോ? സ്തോത്രം. മലക്കറി കച്ചവടം ഇട്ടിട്ടോ എന്റെ കുഞ്ഞുങ്ങളെ, ഇതാണോ നീ സുശേഷ വില ഇറങ്ങി? അന്നേരം ഞാൻ എന്തൊക്കെ പരിപാടിക്ക് കൊണ്ടുവരും. പ്രൈസലോ. സുശേഷ വില എന്ന് പറഞ്ഞാൽ പട്ടിണിക്ക് പട്ടിണി, പ്രതികൂലമെങ്കിൽ പ്രതികൂലം, പ്രയാസമെങ്കിൽ പ്രയാസം, പ്രതിസന്ധി എങ്കിൽ പ്രതിസന്ധി. സ്തോത്രം. എന്നിൽ നിന്ന് ചിലവര് ചില ക്വാളിറ്റികൾ ആഗ്രഹിക്കുന്നുണ്ട്. ചില സ്വന്തം ദൈവമക്കളുള്ള മക്കൾ വന്ന് എന്നോട് പറയാറുണ്ട്, പക്ഷെ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റത്തില്ല, നോക്കിയിരിക്കുക ആൾക്കാർ. എന്നിട്ട് പറയും, നീ പാസ്റ്റിന്റെ മക്കൾ. നീ പാസ്റ്റിന്റെ മോനാണെങ്കിൽ നിന്നെ കുറിച്ചൊരു ക്വാളിറ്റി മറ്റുള്ളവർക്കുണ്ട്. ആ ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് നിന്നോട് ചോദിക്കുന്നത്, നീ ഒരു പാസ്റ്റിന്റെ മോനായിട്ട് ഇത് ചെയ്തത് ശരിയാണോ? അച്ഛന്റെ മോനോട് നീ ഒരു അച്ഛന്റെ മോനായിട്ട് ചെയ്തത് ശരിയാണോ? സാധാ ഒരു സ്വന്തം വ്യക്തിയുടെ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയുടെ മോനെ ചെയ്യുന്ന പോലല്ല അവരെ കാണുന്നത്. അവരൊക്കെ ഒരു ക്വാളിറ്റി വെച്ചിട്ടുണ്ട്. എന്തുവാ? ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവമക്കളുള്ള, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന പാസ്റ്റിന്റെ മോനാണ്. ആ പാസ്റ്റിന്റെ മോനിൽ നിന്ന് അവര് അല്ലെങ്കിൽ മോളിൽ നിന്ന് ഒരു ക്വാളിറ്റി ആഗ്രഹിക്കുന്നു. സ്തോത്രം. പഠിക്കാൻ പോയി, കൂടെ ഒരു ആമികാലൊരു കോന്തനെ വിളിച്ചോണ്ട് വന്നിട്ട് കല്യാണം നടത്തുക. പാസ്റ്റിന്റെ മോളാ, പാസ്റ്റിന്റെ മോന. ആ ക്വാളിറ്റിയാണോ അവരിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? അല്ല. ദൈവമക്കളിൽ നിന്ന് ഒരു ക്വാളിറ്റി ആരാഗ്രഹിക്കുന്നുണ്ട്? പുറത്തുള്ള ജനം ആഗ്രഹിക്കുന്നുണ്ട്. അവരെ ഒരിക്കലും അത് ചെയ്യത്തില്ല. കാര്യം എന്തുവാ? അവര് ദൈവത്തെ വിളിക്കുന്നവരാണ്.
അപ്പൊ എന്തുകൊണ്ട് ദൈവത്തിന്റെ വലിയൊരു സാക്ഷിയായി ആര് ജീവിക്കണം? നമ്മൾ ജീവിക്കണം. ദൈവം അതാ ആഗ്രഹിക്കുന്നത്. ഈ കോട്ടയിലേക്ക് പറ്റുമോ? എന്റെ 3 മക്കളിൽ നിന്നും നിങ്ങളൊരു കോട്ടി ആഗ്രഹിക്കുന്നുണ്ട്. അത് അവരിൽ നിന്ന് വന്നേ പറ്റത്തുള്ളൂ, ഇല്ലയോ? സ്തോത്രം. നിങ്ങൾ അവർക്കൊരു വില കൊടുത്തിട്ടുണ്ട്. ആ വിലക്കനുസരിച്ചുള്ള ക്വാളിറ്റി അവരിൽ നിന്ന് പുറപ്പെടണം. അതേപോലെ പ്രിയ ദൈവങ്ങളെ, എന്നെ നിങ്ങൾ ദൈവം വിളിച്ചിരിക്കുന്ന ഒരു ക്വാളിറ്റി ഉണ്ട്. എന്തുവാ? ഉറപ്പുള്ളൊരു മനസ്സ് നമുക്കുണ്ടാവണം. ഏത് പ്രതികൂലത്തിന്റെ മധ്യയിലും എന്റെ യേശുവിനെ കൈവിടത്തില്ലെന്നുള്ള ഒരു ഉറപ്പ്, ആ ക്വാളിറ്റി നമുക്കുണ്ടാവണം. അല്ലാതെ പറഞ്ഞിപ്പോവല്ല. ലോക മനുഷ്യൻ എന്തെങ്കിലും പറയുമ്പോൾ, അല്ലെങ്കിൽ സ്വന്തം അയൽവാസികൾ എന്തെങ്കിലും പറയുമ്പോൾ, ബന്ധുക്കൾ എന്തെങ്കിലും പറയുമ്പോൾ, സ്വന്തക്കാരെന്തെങ്കിലും വന്ന് പറയുമ്പോൾ നീ പതറിപ്പോവല്ല ചെയ്യേണ്ടത്. നിനക്കൊരു ക്വാളിറ്റി ഉണ്ടാവണം. അതേപോലെ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിനോട് മാത്രമേ അവൻ പ്രാർത്ഥന ആവശ്യപ്പെടത്തുള്ളൂ, ഇല്ലയോ? നമ്മളൊരു സ്ഥലത്ത് ചെന്നു നിൽക്കുക. നമ്മുടെ കൂടെ വേറെ സുഹൃത്തുക്കളെല്ലാം ഉണ്ട്. ഒരാളെ പ്രശ്നത്തിന് വേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നത്. 100% ഇത്ര ആൾക്കാർ ഇടയ്ക്ക് വന്ന് പുള്ളി വന്നെന്ന് പറയും, ഈ വിഷയത്തിന് വേണ്ടി ഒരു പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചാലേ ദൈവം മറുപടി തരും. അത് ഏത് ജാതിക്കാരനായിക്കോട്ടെ വന്ന് പറയും, ഇല്ലയോ? കാര്യം എന്തുവാ? സ്വന്തം ഇത്രയും പേരെടുത്ത് പറഞ്ഞതല്ല ഇന്നാളെ വിളിക്കണേ, ആ സഹായം ചെയ്യണേ, മറ്റാളെ കൊണ്ട് അത് ചെയ്യണേ എന്നാ പറഞ്ഞു. ഇദ്ദേഹം വന്നിട്ട് നമ്മളടുത്ത് മാത്രമായിട്ട് പറഞ്ഞ് പ്രാർത്ഥിക്കണം. കാര്യം എന്തുവാ? പ്രാർത്ഥന എന്ന് പറഞ്ഞൊരു ക്വാളിറ്റി ഉണ്ട്. അത് ചെയ്യുന്നവനെ മാത്രമേ അത് ചെയ്യുവാൻ കഴിയത്തുള്ളൂ. അപ്പൊ പ്രാർത്ഥന ചുമ്മാ ഉള്ള സാധനമാണ്. ചുമ്മാ ഒരാൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് നടക്കൂ? സ്തോത്രം. ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ സ്തോത്രം എന്നോട് വന്ന് ചോദിക്കുന്ന ചില ചോദ്യമുണ്ട്. അപ്പൊ എന്റെ കൂടെ നിൽക്കുന്നവരെല്ലാം ഒരു നോട്ടമുണ്ട്. നമ്മള് സ്തോത്രം, ഇയാളത് ഇവന്റെ അടുത്ത് മാത്രം എന്തോ വന്ന് തന്നെ. കാര്യം എന്തുവാ? എന്റെ ജോലിയാണെന്ന് അറിയാം. പ്രൈസലോ. മറ്റുള്ളവരുടെ ഓരോ ജോലിക്ക് വേണ്ടി അയാൾ ആ ജോലിക്ക് അനുസരിച്ചുള്ള കാര്യം അവരോട് പറഞ്ഞു, റെക്കമെൻഡ് ചെയ്തു. പക്ഷെ എന്നോട് റെക്കമെൻഡ് ചെയ്യാൻ വന്നപ്പോ എന്തു പറഞ്ഞേ? പ്രാർത്ഥിക്കണം. കാര്യം എന്തുവാ? അയാൾ എന്നിട്ട് അവസാനം പറയാം, ഇതെല്ലാം ചെയ്താലും അവസാനം ഇതിനെ മറുപടി കിട്ടുന്നു. അപ്പൊ പ്രാർത്ഥിക്കണം. അത് ഏത് വ്യക്തിക്കും അറിയാം. പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. ഇന്ന് പ്രിയ മക്കളെ, ആ പ്രാർത്ഥന കൃപാവരം ലഭിച്ചു വരാൻ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിച്ചാൽ മറുപടിയാണ്. സ്തോത്രം. നമ്മൾ വിളിക്കുന്നത് ഊമനായ ഒരു ദൈവത്തെ അല്ല. നമ്മൾ വിളിക്കുന്നത് കൈപ്പണിയാൽ ഉണ്ടായ ഒരു ദൈവത്തെ അല്ല. നമ്മൾ വിളിക്കുന്നത് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ദൈവത്തെയാണ് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളെ വിഷയത്തിന് ആ സ്പോട്ടിൽ തന്നെ മറുപടി തരുവാൻ കഴിവുള്ള ദൈവത്തെയാണ്. മറുപടി തരുവാൻ കഴിവുള്ള ദൈവത്തെയാണ്. പരിസരോ ഇന്ന് പകലോർത്തോ, മറുപടി തരുവാൻ കഴിവുള്ള ഒരു ദൈവം. ആ ദൈവത്തിന്റെ മക്കളായി നമ്മളെ ദൈവം തെരഞ്ഞെടുത്തിട്ട് ദൈവത്തിന്റെ ദാസന്മാരോ ദാസിമാരോട്ടല്ല വിളിച്ചെടുക്കുന്നത്, മക്കളായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ആ മക്കളായിട്ട് വിളിച്ചൊരു മക്കളായി വിളിക്കുന്ന ആ മക്കളുടെ അവകാശം നമുക്ക് ദൈവം തന്നിട്ടും നമ്മൾ പിന്നെ ദൈവത്തെ മറന്ന് അല്ലെങ്കിൽ ദൈവത്തെ നിസ്സാരമായിട്ട് കണ്ട് ജീവിച്ചാൽ ദൈവം നമ്മളെ വിടുവോ? നമ്മളെന്തുവാ? അവകാശിയാണ്. ആരുടെ? കർത്താവിന്റെ അവകാശി. അപ്പൊ പ്രാർത്ഥിച്ചാൽ ആർക്ക് മറുപടിയുണ്ട്? നമുക്ക് മറുപടി. നമുക്ക് മറുപടി തന്നിട്ടേ ദൈവം വേറെ വിഷയത്തിനകത്ത് ഇടപെടത്തുള്ളൂ. സ്തോത്രം. ഇന്ന് പറഞ്ഞോട്ടോ, ഞാൻ പ്രാർത്ഥിച്ചാൽ എനിക്ക് എന്റെ കുടുംബത്തിനൊന്നുണ്ട്, ഒരു മറുപടി ഉണ്ട്. സ്തോത്രം. പ്രാർത്ഥന എന്ന് പറഞ്ഞ കൃപാവരം ദൈവം തന്നേക്കുവാ. ദൈവമക്കൾക്ക് മാത്രമേ അതിനുള്ള അവകാശമുള്ളൂ പ്രാർത്ഥിക്കാൻ. ആ ദൈവമക്കൾക്ക് മാത്രമേ പ്രാർത്ഥിച്ചാൽ ആര് മറുപടി തരത്തുള്ളൂ? ദൈവം മറുപടി തരത്തുള്ളൂ. എങ്കിൽ ഇന്ന് പ്രതികൂലമായി നിൽക്കുന്ന ചില വിഷയത്തിനകത്ത് സ്വർഗം നിനക്ക് മറുപടി തരാൻ പോവുക. ഇന്ന് മറുപടി ലഭിക്കാത്തതിന്റെ കാര്യം എന്തുവാ? പലപ്പോഴും നമ്മൾ തിരിഞ്ഞു നോട്ടമുണ്ട്. തിരിഞ്ഞു നോക്കിയവൾ ദൈവത്തിന്റെ കൽപ്പനകൾക്ക് വിട്ട് തിരിഞ്ഞു നോക്കിയവള് എന്ത് ചെയ്തു? ഒരു പ്രതിമയാക്കി കളഞ്ഞു. ജീവനോട് അവളെ എന്ത് ചെയ്തു? ഒരു പ്രതിമയാക്കി കളഞ്ഞു. ഒന്നിനും കൊള്ളാത്തവളാക്കി കളഞ്ഞു. സ്തോത്രം. ഒരു ഉപ്പ് തൂണാക്കി തീർന്നു. എങ്കിൽ പ്രിയ മക്കളെ, നമ്മൾ എത്ര വട്ടം തിരിഞ്ഞു നോക്കി, എന്നിട്ടും ദൈവം നമ്മളെ സ്നേഹിക്കുന്നുവെങ്കിൽ പുതിയ നിയമസഭയ്ക്കകത്ത് ഒരു കൃപാവരം കിടക്കുന്നത് കൊണ്ടാണ്. ഒരു പ്രാർത്ഥിക്കുന്ന കൃപാവരം ദൈവം നൽകിയിട്ടുണ്ട്. ആ പ്രാർത്ഥനയെ നിന്നെ തന്നെ ഒന്ന് ഉടയ്ക്കുന്നുവെങ്കിൽ, നിന്റെ കുറവുകളെ നീ മനസ്സിലാക്കി നിന്നെ തന്നെ ഒന്ന് ഉടച്ച് ദൈവസ്ഥനെ ഏൽപ്പിക്കുന്നുവെങ്കിൽ, സ്വർഗത്തിലെ ദൈവം പറയുക, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന സകല വിഷയത്തിനകത്തും നിനക്കൊരു മറുപടി ഉണ്ട്. പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ നിനക്കൊരു ഉറപ്പുണ്ടാവണം, ഞാൻ പ്രാർത്ഥിക്കുന്ന സകല വിഷയത്തിനകത്തും ആര് മറുപടി തരും? എന്റെ ദൈവം മറുപടി തരും. കാര്യം ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് സ്വർഗം തുറന്ന് എനിക്ക് വേണ്ടി കർത്താവ് ഇറങ്ങുന്നെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നുവെങ്കിൽ, അത് പൂർണ്ണമായി ഏറ്റെടുക്കുന്നുവെങ്കിൽ, ആ ധൈര്യം ഉറപ്പും നിനക്കുണ്ടെങ്കിൽ ദൈവത്തിന്റെ ദൂത് വിളിച്ചു പറയുന്നു, നിശ്ചയമായ ദൈവത്തിന്റെ മഹത്വവും അനുഗ്രഹവും നിനക്ക് നിന്നെ കൊണ്ടുവരാൻ കഴിയും.
ഒരു ശത്രുവായ പിശാചിന് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അതിനകത്ത് ശത്രുവായ പിശാചിനെ ബന്ധിക്കുവാൻ കഴിയത്തില്ല. ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന്റെ ദൂത് വിളിച്ചു പറയുന്നു, പ്രാർത്ഥിക്കുന്ന കൃപാവരം നൽകിയ ദൈവജനമേ, എന്ന് നീ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, അപേക്ഷിക്കുന്നുവെങ്കിൽ, ചോദിക്കുന്നുവെങ്കിൽ, സ്വർഗത്തിന്റെ ദൈവം പറയുന്നത് നിനക്കുന്നതിനും അപ്പുറമായി, നീ ചിന്തിക്കുന്നതിനും അപ്പുറമായി ഒരു വിടുതൽ നിന്റെ ജീവിതത്തിനകത്ത് സ്വർഗം തരുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഏറ്റെടുക്കുന്ന ദൈവജനത്തിനകത്ത് പ്രവർത്തികൾ വെളിപ്പെടാൻ പോവാ. ദൈവത്തിന്റെ ദൂതന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടാൻ പോവാ. അപ്പാ പിതാവേ, നീ തിരിഞ്ഞു നോക്കരുത്, നീ പഴയതിലേക്ക് തിരിഞ്ഞു നോക്കരുത്, സ്നേഹത്തിലേക്ക് മടങ്ങുക. ദൈവത്തിന്റെ വിളിച്ച സ്നേഹത്തിലേക്ക് മടങ്ങുക. ഇന്ന് പകരം ദൈവത്തിന്റെ ദൂത് വിളിച്ചു പറയുന്നു, നിശ്ചയമായി നിന്റെ കുടുംബത്തിനകത്ത് നിരക്കിൽ നടക്കാൻ പോവാ. ഈ ഉപവാസ പ്രാർത്ഥനയുടെ കുടുംബത്തിനകത്ത് ഒരു അനുകൂലമാണ്. ഈ ഉപവാസ പ്രാർത്ഥന എനിക്ക് ഒരു അനുഗ്രഹമാണ്. ഇന്ന് ഏറ്റെടുക്കുന്ന ദൈവജനത്തിനകത്ത് ദൈവത്തിന്റെ ദൂത് പറയുക. ചില അത്ഭുതങ്ങളോട് ദൈവം മറയ്ക്കാൻ പോവുക. അന്ന് ഇന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ദൈവവേദന നീ ഏറ്റെടുത്തു. ഈ ഉപവാസ പ്രാർത്ഥന എനിക്ക് ഞാൻ ഈ കഴിഞ്ഞ നാളുകളിൽ ഞാൻ ഇരിക്കുന്നത് ഈ 2021 ദൈവം തന്നിരിക്കുന്ന ഈ സമയങ്ങൾ വലിയ കൊണ്ടുപോകാൻ പോകുന്നത് പൂർണ്ണമായി മക്കളെ ഓർത്തി നന്ദിയോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ. അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഏൽപ്പിക്കുവാണ് കർത്താവേ. ഓരോ കുടുംബത്തിനായി പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. എന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ഓരോ കുടുംബത്തിനായി പ്രാർത്ഥിക്കുക. എന്ന് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഓരോ കുടുംബത്തിനകത്ത് വെളിപ്പെടട്ടെ. ആ ദൈവത്തിന്റെ ദൂത് ഓരോ കുടുംബത്തിനകത്ത് വെളിപ്പെടട്ടെ. ചില അത്ഭുതത്തോട് ദൈവം നിറയ്ക്കട്ടെ, ചില അനുഗ്രഹത്തോട് ദൈവം നിറയ്ക്കട്ടെ. ആ ദൈവത്തിന്റെ അനുഗ്രഹം അവരുടെ മേൽ പകരട്ടെ. ആ ദൈവത്തിന്റെ വാഗ്ദത്തം അവരുടെ മേൽ പകരട്ടെ. ദൈവത്തിന്റെ ദൂത് അവരുടെ മേൽ പകരട്ടെ. ചില അവരുടെ മേൽ പകരട്ടെ. ആ ദൈവം കർത്താവേ. യെസ്.